യോഹന്നാന് എഴുതിയ ഒന്നാമത് ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വേദഭാഗങ്ങൾ. 1 യോഹന്നാൻ 5:19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇപ്പോൾ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ഭാഗത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് എന്ന് പ്രബുദ്ധരായ നിങ്ങൾക്കറിയാം. ഈ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ എന്ന നിലയിൽ ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും മാത്രം ഗ്രന്ഥമല്ല. സാധാരണ മതഗ്രന്ഥങ്ങളിൽ നിന്ന് വിഭിന്നമായി ബൈബിളിന് മാത്രമുള്ള ഒരു സവിശേഷത, അത് വായിക്കാനും വിശ്വസിക്കാനും തിരസ്കരിക്കാനും അഥവാ നിരാകരിക്കാനുമുള്ള മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തെ അത് ആദരിക്കുന്നു എന്നതാണ്. ബൈബിളിന് മാത്രമുള്ള ഒരു പ്രത്യേകത, അത് സംവാദങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും മതം ആചരിച്ചു പോരുന്ന ആചാര ദുരാചാരങ്ങളെ എതിർത്തു എന്ന് വിചാരിക്കുക. വാസ്തവത്തിൽ അത് ഭരണഘടനാപരമായ പൗരൻ്റെ അവകാശമാണ്. ആചാരങ്ങളിൽ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക എന്നത്. എന്നാൽ ഒരു കാര്യം ആചാരമല്ല ദുരാചാരമാണെന്നിരിക്കെ അതിനെ വിമർശിക്കുകയോ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്താൽ അത്തരം പ്രസംഗങ്ങൾക്ക്, അത്തരം വിശകലനങ്ങൾക്ക് വളരെ മോശമായ ഒരു പ്രതികരണം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചുരുക്കത്തിലൊരു മതത്തിൻ്റെ ദുരാചാരങ്ങൾ വിമർശിക്കപ്പെടുന്ന ഇടത്ത് ആ മതവക്താക്കൾ പ്രകോപിതരാകുന്ന പതിവുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ലോകപ്രസിദ്ധങ്ങളായ ഏത് മതസംഹിതയെ വിമർശിച്ചാലും അതിൻ്റെ വക്താക്കൾക്ക് അതുണ്ടാക്കുന്ന പ്രയാസം വളരെയാണ്. പക്ഷെ നിങ്ങൾക്കറിയണ്ടേ, ബൈബിളിന് മാത്രമുള്ള ഒരു സവിശേഷത, അത് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ ദൈവം മനുഷ്യരാശിയെ മുഴുവൻ നോക്കിയിട്ട് പറയുകയാണ്, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങൾ വരൂ, ചർച്ചയ്ക്ക് സന്നദ്ധമാകൂ, സംവാദിക്കൂ. എന്നിട്ടത് അപ്പടി അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിരാകരിക്കാം, നിങ്ങൾക്ക് തിരസ്കരിക്കാം. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരാശയം എന്ന നിലയിൽ ബൈബിളിനെ ഉൾക്കൊള്ളണം എന്ന് യാതൊരു നിബന്ധനയുമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മനുഷ്യരാശിക്കത് വച്ചിട്ടുള്ളത്. ആധ്യാത്മികത, അതിൻ്റെ ഉൾക്കൊള്ളൽ കേൾക്കുന്ന മനുഷ്യൻ്റെ മനസാക്ഷിക്കിണങ്ങും വിധം അവന് മാത്രം തീരുമാനിക്കാനുള്ള അവകാശമാണ്. ഇത് ഭരണഘടനയും പറയുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയോട് 100% നീതി പുലർത്തിക്കൊണ്ടാണ് ബൈബിളിൻ്റെ പ്രചാരകരായ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത് എന്ന് അഭിമാന പുരസ്സരം പറയട്ടെ. ഈ ഘട്ടത്തിൽ നമ്മളിൽ പലരും കേട്ട്, അല്ലെങ്കിൽ ചിലർ ബോധപൂർവം കേൾപ്പിക്കാൻ ശ്രമിച്ച ഒരു തെറ്റായ ചിന്തയെ തിരുത്തിക്കൊണ്ട് ഞാൻ ഈ വിശകലനത്തിലേക്ക് കടക്കാം. എന്താണത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നു.
ഇന്ത്യയിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ ഭരണസാരഥ്യം 1857 കൈമാറുന്നു. ആ വന്ന പാശ്ചാത്യർ ചെയ്തത് ഇന്ത്യക്കാർക്ക് അപരിചിതങ്ങളായ 3 കാര്യങ്ങൾ ഇന്ത്യൻ ജനതയെ അടിച്ചേൽപ്പിച്ചു എന്നതാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3 അക്ഷരം കൊണ്ട് ഒരക്ഷരത്തെ 3ആയി പ്രയോഗിച്ചുകൊണ്ട് വളരെ കാപട്യം നിറഞ്ഞ ആ വാദം ചിലർ ബോധപൂർവം അവതരിപ്പിക്കാറുണ്ട്. ബ്രിട്ടീഷുകാർ 3 ബികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇന്ത്യയിൽ. ഒന്ന് ബ്രാൻഡി ആയിരുന്നു, മദ്യം. അതിനുശേഷം ബയണറ്റായിരുന്നു, ആയുധം. മൂന്നാമതൊന്ന് ബൈബിളായിരുന്നു. 3 കാര്യം സാഹിബ് പ്രചരിപ്പിച്ചു. ഇത് 3ഉം പ്രചരിപ്പിച്ചിട്ട് ഇന്ത്യയുടെ തനതായ ചരിത്ര പൈതൃകമുള്ള സംസ്കൃതിയെ അട്ടിമറിച്ചു നിരാകരിച്ചു. ഇതാണൊരു കപടവാദം. രണ്ടാമത്തെ വാദം ചിലർ അല്പം കൂടി കളന്നിട്ട് ബൈബിളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് പറയും, ഇതിൻ്റെ പ്രചാരകർ ബൈബിളിനെ പഠിപ്പിച്ചത്, പ്രസംഗിച്ചത് നിർബന്ധപുരസരം അതെടുക്കാൻ ഇന്ത്യക്കാരനെ പ്രേരിപ്പിച്ചു എന്ന നിലയിലാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ബൈബിളിൻ്റെ വക്താക്കൾ, അതിൻ്റെ പ്രചാരകർ ആളുകളെ ആകർഷിച്ചത് കേൾവിക്കാർക്ക് ആഹാരപദാർത്ഥങ്ങൾ കൊടുത്തും അതല്ലെങ്കിൽ ദാരിദ്ര്യം മുതലെടുത്തും അവർക്ക് അന്യമായിരുന്ന സോപ്പും ചീപ്പും കണ്ണാടിയും ആഹാരപദാർത്ഥങ്ങളുമൊക്കെ കൊടുത്തു, വൈറ്റമിൻ ഗുളിക കൊടുത്തു, പാൽപ്പൊടി കൊടുത്തു, ഒക്കെ മതം മാറ്റി. മൂന്നാമത്തെ ഒരു കാപട്യം, ഒരു വാദം, ഇന്നും ഇതേ കാര്യം മതപരിവർത്തന ലോബി എന്ന നിലയിൽ തദ്ദേശീയരായ ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശേഷിച്ച് ഇവാഞ്ചലിക്കൽസ് എന്ന് അവർ വിളിക്കുന്ന പെന്തക്കോസ്ത് സഭകൾ. ഈ 3 വാദങ്ങളും അപ്രസക്തമാണ്. അവ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഈ ഉള്ളടക്കത്തിലേക്ക് വരാനാണ് എനിക്കൊരു താല്പര്യം. ആദ്യം പറയട്ടെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങ് ബംഗാളിൽ നിന്ന് ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. അതിനു മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടേതായിരുന്നില്ല. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. ഒടുവിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി മാത്രമാണ്. ആ കമ്പനി ഏതാണ്ട് 3 നൂറ്റാണ്ടുകളോളം ഈ മഹാരാജ്യത്തെ അടിമകളാക്കി വച്ചു, കോളനിവൽക്കരിച്ചു, ജനതയുടെ അധികാരാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് നമ്മുടെ മണ്ണും വിഭവശേഷിയും സ്വന്തമാക്കി. ആദരണീയനായ ശശി തരൂർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് നടത്തുന്നൊരു പ്രസംഗം വളരെ കൃത്യമാണ്, കാലികോചിതമാണ്, കാലിക പ്രസക്തമാണ്. അങ്ങനെ നമ്മളെ ഇന്ത്യക്കാരെ കൊള്ളയടിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വാസ്തവത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമാണോ ഇന്ത്യയെ കൊള്ളയടിച്ചത്? അല്ലെങ്കിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും മാത്രമാണോ? അല്ല. ഇവർ വരുന്നതിന് മുമ്പോ വരുന്ന ഘട്ടത്തിലോ കൊള്ളയടി ഇവിടെ നടന്നിരുന്നു. അത് വീരപ്പനും ഒന്നുമല്ല. ഇന്ത്യ ഭരിച്ച 600-ൽ പരം നാട്ടുരാജാക്കന്മാർ ഈ രാജ്യത്തെ കൊള്ളയടിച്ചു. എങ്ങനെ? 108-ൽ പരം രൂപത്തിൽ കരം പിരിച്ചുകൊണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ രാജ്യത്തിലെ ജനതയെ പിഴിഞ്ഞു. അവർ ഭരിക്കുന്നതാകട്ടെ രാജ്യത്ത് നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ കൃത്യമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. ബ്രാഹ്മണ്യമായ മൂല്യങ്ങൾ ക്ഷത്രിയ സമൂഹം പകർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഭരിച്ചു. അതിൽ താഴെയുള്ള ജനത അനുഭവിച്ചു പോന്നത്
നിഷ്ഠൂരവും ക്രൂരവുമായ പീഡകളായിരുന്നു. ഒരു 100-110 വർഷം മുമ്പേ ഈ രാജ്യത്തെ ശിക്ഷാരീതികൾ എങ്ങനെയായിരുന്നു അറിയണ്ടേ? മോഷ്ടാവിനെ കൊണ്ടുവന്ന് മുക്കാലിയിൽ കെട്ടി അടിക്കുക, തെരുവിലിട്ട്. പിന്നെയും കൊണ്ടൊരാൾ മോഷണം ചെയ്തുവോ ഇല്ലയോ എന്ന കുറ്റം, അതല്ലെങ്കിൽ സ്ത്രീയുടെ ചാരിത്രശുദ്ധി, അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ടവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു കുടത്തിൽ മൂർഖൻ പാമ്പിനെ അടയ്ക്കും. അതിനുള്ളിലേക്ക് ഒരു മോതിരമോ ഒരു നാണയമോ ഇടും. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളിനെ കൊണ്ടുവന്ന് അയാളുടെ കൈ ഇതിനുള്ളിലേക്കിട്ട് പാമ്പിൻ്റെ കടി കേൾക്കാതെ ഈ നാണയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ മോതിരം പുറത്തെടുക്കണം. പാമ്പ് കുത്തി ആൾ മരിച്ചാൽ നിങ്ങൾ കുറ്റവാളിയാണ്. മറ്റൊരു ശിക്ഷാരീതി ഉണ്ടായിരുന്നു, അഗ്നിപരിശോധനയായിരുന്നു. അത് തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് മനുഷ്യൻ്റെ കൈമുക്കുക, ആ കയ്യിലേക്ക് തുണി ചുറ്റിയിട്ട് പൊക്കൊള്ളാൻ പറയും. ഇതിൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് അരിക്കുമ്പോൾ കയ്യിൽ വ്രണമൊന്നുമില്ല, അങ്ങനെ വരത്തില്ലെന്നുള്ള മറ്റൊരു സത്യം. ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ്, തെറ്റുകാരനല്ല. ചാതുർവർണ്ണത്തിന് പുറത്തുള്ള സാധാരണ ജനങ്ങളോട് ഇങ്ങനെ രാജാക്കന്മാർ ഇടപെട്ടപ്പോൾ ഒരു ബ്രാഹ്മണന് കിട്ടിയിരുന്ന കുറ്റാന്വേഷണ രീതിയും ശിക്ഷയും രസകരമാണ്. അയാളുടെ തൂക്കമെടുക്കും. ആദ്യം തുലാസിലിരുത്തി തൂക്കമെടുത്ത ശേഷം ഇയാൾ ചെയ്തുവെന്ന് സംശയിക്കുന്ന കുറ്റകൃത്യം ഒരു താളിയോലയിൽ എഴുതും. മോഷണോ അല്ലെ മറ്റെന്തെങ്കിലും കാര്യം. ഒരു തമാശ കൂടി കിട്ടൂ. അന്ന് മോഷണമൊക്കെ കുറ്റമുള്ളൂ, മറ്റു പലതും കുറ്റമല്ല എന്ന് ഓർക്കണം. വിശേഷിച്ചത് ചെയ്യുന്നത് ബ്രാഹ്മൺ സംഘത്തിൽ ഒട്ടും കുറ്റമല്ല. അവരെ നിന്ദിക്കാനൊന്നും പറ്റില്ല. ഏത് കഠിന കുറ്റത്തിനും പരമാവധി കിട്ടാവുന്നത് ഇയാളിനെ നാടുകടത്തൽ മാത്രമാണ്. നമ്മുടെ ഇന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നുല്ലേ. കൊട്ടാരക്കര ഉദ്യോഗസ്ഥനെ അഴിമതിക്ക് പിടിച്ചാൽ അയാളെ നേരെ കോട്ടയത്തിന് തട്ടും. കാരണം ഈ കൊട്ടാരക്കര ഇരുന്ന് അഴിമതി ചെയ്ത് അയാൾ ബോറടിച്ചു, അയാൾ തന്നെ മടുത്തു. ഒരു വെറൈറ്റി ഇനിയും കോട്ടയത്ത് പോയി ചെയ്തു. പണ്ട് ഇയാളെ നാടുകടത്തും. താളിയോലയിൽ അയാൾ എഴുതിയ കുറ്റം രേഖപ്പെടുത്തിയ ശേഷം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും തുലാസിലൊന്ന് തൂക്കും. അളവിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മാത്രം ഇയാൾ കുറ്റവാളി. കമ്പ്യൂട്ടറൈസ്ഡ് ത്രാസൊന്നുമല്ല, ചങ്ങല കെട്ടിയുള്ള ത്രാസാണ്. 80 കിലോ തൂക്കം വരുന്നൊരു മനുഷ്യൻ്റെ പക്കലേക്ക്, അല്ലെങ്കിൽ 70 കിലോ തൂക്കത്തിൻ്റെ കട്ടികളെടുത്ത് വെച്ചിട്ട് ഒരു ചെറിയ താളിയോല കൂടി കൊടുത്താൽ ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ലെന്നറിയാം. ചുരുക്കത്തിൽ കുറ്റവാളി ബ്രാഹ്മണെങ്കിൽ അതൊന്നും വിലപ്പോകാത്തൊരു കാലം. നിങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ ഭൂമിയൊന്നും നിങ്ങളുടേതല്ലാതിരുന്ന കാലം. ആ കാലത്ത് നിന്ന് പലതരം കുറ്റകൃത്യങ്ങളെ ഈ രൂപത്തിൽ കണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ത്യക്ക് പൊതുവിൽ ഒരു ഭരണക്രമവും കോഡും അല്ലെങ്കിൽ നിയമമൊക്കെ ഉണ്ടാകുന്നത് 1860 മെക്കോളെ പ്രഭു ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. അന്ന് രൂപപ്പെട്ട നിയമത്തിൻ്റെ പേരാണ് ഇന്ത്യൻ പീനിയൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം. നമ്മളത് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ പരിഷ്കരിച്ചു കഴിഞ്ഞ വർഷം. നല്ലത്. ഈ ഭാരതീയ ന്യായ സംഹിതയോ അഥവാ അതിൻ്റെ പ്രാക്തന രൂപമായ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ മുമ്പിലോ കുറ്റവാളിയുടെ ജാതിയും മതമൊന്നും വിഷയമല്ല, കുറ്റവാളി ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ പരിഷ്കരിക്കുന്നതിൽ, രാജ്യത്തിന് സമഗ്രമായൊരു ചിത്രം വരയ്ക്കുന്നതിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. ഞാൻ പറയും, ഈ രാജാക്കന്മാരൊന്നും നീതിബോധത്തോടെ ഭരിച്ചവരല്ല. ആണെങ്കിൽ അതെടുത്ത് കാണിക്കുന്ന ചിലർ രാജാക്കന്മാരുടെ ഔദാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഉദാരമതികളായ രാജാക്കന്മാർ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, ഞാനിന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നത്, ജീവിക്കുന്നത് ഒരു രാജാവിൻ്റെ ഔദാര്യത്തിലല്ല. അതുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന നിങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്തെ മാതൃരാജ്യമായി കാണുന്ന നമ്മൾ ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കണം. പക്ഷെ എൻ്റെ അഭിമാനം 1947 ശേഷമുള്ള ഇന്ത്യയിലാണ്. 1947
സ്വാതന്ത്ര്യം രൂപപ്പെട്ട കാലഘട്ടത്തിൽ യൂണിയൻ ജാക്ക് താഴ്ത്തിക്കെട്ടി ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് ഇന്ത്യ എന്ന പരമാധികാര സ്വതന്ത്ര രാജ്യം രൂപപ്പെട്ട ശേഷമുള്ള ഇന്ത്യയെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ. കാരണം അന്ന് മുതലാണ് ഞാൻ പൗരനായത്. അതിനു മുമ്പ് വെറും പ്രജയാണ്. രാജാവിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൈകൂപ്പി ഇങ്ങനെ നിൽക്കേണ്ട ഒരു പ്രജ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടപ്പോൾ ഈ രാജാവ് എന്ന ടൈറ്റിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. നമ്മളെന്നാലും രാജാവെന്നൊക്കെ ചില പത്രത്തിൽ പേര് വരും. ഈ മാധ്യമപ്രവർത്തകർ പലരും ഭരണഘടന വായിക്കത്തുണ്ടാ. അങ്ങനെ വിളിക്കരുതെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖാമൂലം എഴുതി വെച്ചിരിക്കുകയാണ്. രാജാവെന്ന് ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ വിളിക്കാൻ പാടില്ല അറിയും. പണ്ട് നിങ്ങൾ രാജാവായിരിക്കാം. ഈ മാറ്റങ്ങൾക്ക് നിദാനം എന്തായിരുന്നു എന്നറിയണ്ടേ? ഞങ്ങൾ രാജാക്കന്മാരുടെ പ്രജകളല്ല, മറിച്ച് അഭിമാനബോധമുള്ള പൗരന്മാരാണെന്ന ചിന്തയിലേക്ക് ഇന്നിവിടെ ഇരിക്കുന്ന സകലരും വളർന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകലരും വളർന്നു. അപ്പോഴേ ഇതിൻ്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്, അറിവാണ്. അതുകൊണ്ടാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സർക്കാരുകൾ ബോധവൽക്കരണം നൽകുമ്പോൾ ഒരു പൗരനെ തടഞ്ഞു വെക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളിന്ന് ഇവിടുന്ന് കേൾക്കുക. ഈ കേൾക്കുന്ന നിങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 300-ാമത്തെ വകുപ്പുണ്ട്. ആ വകുപ്പ് വെച്ച് പോലീസ് കേസെടുക്കും നമ്മളെ തടസ്സപ്പെടുത്തിയാൽ. ഏത് മതസ്ഥാപനത്തിൻ്റെയും അസംബ്ലികളെ തടസ്സപ്പെടുത്തരുതെന്നാണ് കേസെടുക്കാം. പണ്ടൊക്കൂല, രാജഭരണമാണ്. ആ രാജഭരണത്തിൽ ആവോളം സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മനുഷ്യനെന്ന മൂല്യത്തെ ചവിട്ടിത്താഴ്ത്തി അക്ഷരവും അന്നവും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ചിലതരം പ്രാകൃത മൂല്യങ്ങളെ ചവറ്റുകൊട്ടയിൽ തള്ളിക്കൊണ്ട് മനുഷ്യൻ എന്നൊരു ചിന്ത ഇന്ത്യയിൽ രൂപപ്പെടുന്നത് ഞാൻ പറയും ബൈബിളിൻ്റെ സാർവത്രികമായ പ്രചരണത്തിന് ശേഷമാണ്. ഇത് സന്തോഷമില്ല? ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അതിൽ സന്തോഷമുള്ളൂ. ഈ ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം എന്ന് ബ്രിട്ടീഷ് കമ്മീഷന്റെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു സ്ത്രീ. ആ സ്ത്രീ ചിത്പവൻ ബ്രാഹ്മണകുലത്തിൽപ്പെട്ട, ബ്രാഹ്മൺസിൽ ഇട്ട് ഉയർന്ന ജാതിയാണ് ചിത്പവൻ ബ്രാഹ്മൺസ്. ഗാന്ധിജി വെടിവെച്ചു കൊന്ന ഗോഡ്സെ ചിത്പവനായിരുന്നു. ചിത്പവൻ ബ്രാഹ്മണകുലത്തിൽപ്പെട്ടൊരു പെൺകുട്ടി കമ്മീഷന്റെ മുമ്പിൽ ചെന്നിട്ട് സധൈര്യം വിളിച്ചു പറഞ്ഞു, ഇന്ത്യക്കൊരു ദേശീയതയുണ്ട്, അതിനൊരു ദേശീയ ഭാഷ ഉണ്ടാക്കണം, അത് ഹിന്ദി ആകണം. ഈ പെൺകുട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടി. അധ്യക്ഷൻ ഓർപ്പിച്ച പോലെ അവർ പാട്ടുപാടി പ്രാർത്ഥിച്ച് യേശുവിനെ വിശ്വസിച്ച അന്യഭാഷ പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പലരും. അവർക്ക് വേണ്ടി 1960 നമ്മുടെ രാജ്യം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഒരു തപാൽ സ്റ്റാമ്പ്. ആര് സമരം ചെയ്തിട്ടൊന്നുമില്ല പുറത്തിറക്കിയത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ കസേര ഇടുന്നതോ വണ്ടി പോകുന്നതോ നോക്കിയിരിക്കില്ല. അല്ല, ഈ കസേര ഇടുന്നത് കണ്ടിട്ടില്ലെന്നുണ്ട് മോനെ, അതങ്ങനെ അവർക്ക് കാണാൻ പാകത്തിന് കൊണ്ടുപോയി. ഉണ്ടങ്ങനെ, അത് മനസ്സിലായല്ലോ. ഏകാഗ്രത പോകരുത്, ശ്രദ്ധിച്ചിരിക്കണം. 1960 രാഷ്ട്രം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഒരു വനിതയെ ആദരിച്ചു. അതൊരു രക്ഷിക്കപ്പെട്ട കർത്തൃദാസിയായിരുന്നു. പേര് പണ്ഡിത രമാബായി സരസ്വതി. എന്താ പണ്ഡിത രമാബായി സരസ്വതിയുടെ സവിശേഷതകൾ കണ്ടേ? കർണാടകയിലെ ഒരു അപരിഷ്കൃത ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു ചിത്പവൻ ബ്രാഹ്മണ വനിത, ഒരു പെൺകുട്ടി. അവർ ദേശാന്തരികളായി അപ്പനൊപ്പം സഞ്ചരിക്കുക. ഈ പണ്ഡിത എന്നത് ബിരുദമാട്ടോ, പണ്ഡിറ്റ്. പണ്ഡിറ്റ് കറുപ്പൻ എന്നൊക്കെ പറയുമല്ലോ. പണ്ഡിറ്റ് ഒരു ബിരുദമാണ്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ബിരുദം ഓണറ്റിയാണെന്ന് കേട്ടിട്ടുണ്ട്, പഠിച്ചു കിട്ടിയതല്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കതിൽ തർക്കമൊന്നുമില്ല, എൻ്റെ വിഷയം അതല്ല. പക്ഷെ ഇവർക്ക് ഇന്ത്യയിൽ ആദ്യം ആ ബിരുദം കിട്ടുന്ന
സ്ത്രീയാണ് പണ്ഡിത രമാബായി സരസ്വതി. ഈ സഹോദരി ചെറുകുട്ടിയായിരിക്കെ അപ്പനൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യും. എഴുത്തോലകളുടെ വലിയ കെട്ടുണ്ട്. ആ കെട്ടുകളിൽ മന്ത്രതന്ത്രാദികളുടെ സമാഹാരമാണ്. വലിയ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പിതാവ് നഗ്നബാധനായി ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം നടന്നു പലയിടങ്ങളിൽ യാത്ര ചെയ്തു. വിലപിടിപ്പുള്ള അനവധി ക്ഷേത്രങ്ങളിൽ, അനവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവരിങ്ങനെ യാത്ര ചെയ്തു. മിക്കപ്പോഴും പട്ടിണിയാണ്. പട്ടിണി വരാൻ കാരണം മറ്റ് ബ്രാഹ്മണസിൻ്റെ പോലും ഫുഡ് കഴിക്കാൻ ഇവർക്ക് കഴിയില്ല. അയിത്തം നിലനിൽക്കുന്ന, ദുരാചാരങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് വളരെ ശ്രദ്ധിച്ചു മാത്രം ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന, ഒരുപാട് സാമഗ്രികളുമായി വരുന്ന ആളുകളോടെല്ലാം മുമ്പിൽ കൈനീട്ടാൻ അനുവാദമില്ല. വലിയ മതചിട്ടകളുടെ ഒരു വലിയ നിബന്ധനകളുടെ നടുവിലൂടെയാണ് അവരുടെ യാത്ര. അങ്ങനെ മിക്കപ്പോഴും മുഴുപട്ടിണി. ട്രെയിന് യാത്ര ചെയ്യാൻ വയ്യ, ആ ട്രെയിനിൽ ഭക്ഷണം കഴിക്കാൻ വയ്യ. ഈ യാത്രയിൽ ഇവരൊരുമിച്ചൊരു വിശേഷ നദിയിൽ കുളിച്ചു. ഈ കൊച്ചുമോള് മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവൾക്കതിൽ നിന്ന് ഒരു ശില്പം ലഭിച്ചു, ഒരു വിഗ്രഹം. വലിയ സന്തോഷമായി. അതോടെ അവൾക്കൊരു ദിവ്യ പരിവേഷം വന്നു. അപ്പൻ അഭിമാന പുരസ്സരം പറഞ്ഞു, ഇവളിൽ ഒരു ദൈവ സാന്നിധ്യമുണ്ടേ. അവൾ കൊണ്ടു നടക്കുന്ന ഒരു ശില്പം കണ്ടില്ലേ? വരുന്നവരൊക്കെ അവളുടെ കാൽക്കൽ വീഴാൻ തുടങ്ങി. അവൾ തലയിൽ കൈവെക്കാൻ ആളുകൾ കാത്തുനിന്നു. അവളുടെ അനുഗ്രഹം നേടാൻ ആളുകൾ കാത്തുനിന്നു. അവൾക്കും അഭിമാനം വർദ്ധിച്ചു. പക്ഷെ ആ യാത്രയുടെ പുരോഗതിക്കിടയിൽ അപ്പൻ മരിച്ചു. ദാരുണ മരണം, അതും പട്ടിണി മരണം. അമ്മ ഇതേപോലെ പട്ടിണിയിലാണ്. താൻ ഉയർത്തുന്ന, താൻ ആരാധിക്കുന്ന ശില്പത്തെ കരങ്ങളിൽ എഴുതിക്കൊണ്ട് അവൾ ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന് ഒരു പിടി വറ്റു കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തിന് നിന്നെ അനുഗമിക്കണം? മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അവൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഒരു സത്യാന്വേഷിയായി യാത്ര തുടർന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിഞ്ഞ് എന്നോട് ഇടപെടുന്നൊരു ദൈവമുണ്ടെങ്കിൽ, എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം കേൾക്കാൻ ഞാൻ എൻ്റെ കാതുകൾ കൂർപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുന്നു. അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായി ആ പെൺകുട്ടി അന്വേഷണം തുടരവേ ഒരിക്കലായി നസ്രയനായ യേശുവിൻ്റെ ചൈതന്യം ആ കുട്ടിക്ക് സംഭവ്യമായി. അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുവിൻ്റെ അനുഗാമിയായി മാറി. ആ പെൺകുട്ടി ജീവിത വഴിത്താരയിൽ നിരവധി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. സംസ്കൃതത്തിലെ പാണ്ഡിത്യത്തിന് പുറമെ മറാഠിയും തെലുങ്കും ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെ പഠിച്ചു. ഈ പെൺകുട്ടി തിരികെ അങ്ങ് ഇന്ത്യയിലേക്ക് വരും മുമ്പ് അമേരിക്കയിലെത്തുന്ന ഘട്ടത്തിൽ ഒരു കാഴ്ച കണ്ടു. അവിടെ മനുഷ്യരൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യവും ഉത്സാഹവും ഒക്കെ കണ്ടപ്പോൾ ഇതിലൊരു പിടി വറ്റ് എൻ്റെ അപ്പന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പം മരിക്കില്ല. ആ രാജ്യത്തിൻ്റെ മാറ്റം കണ്ടു. മനുഷ്യരവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറ്റും നടത്തുന്ന പരിശ്രമങ്ങളെ കണ്ടു. വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച കണ്ടു. അങ്ങനെ കണ്ടവൾ പഠിച്ചു. അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി എന്താ? ക്ഷമിക്കണം, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറമെ ആയുർവേദവും റെയ്ക്കിയും സിദ്ധയും ഹോമിയോയും ഒക്കെ പരീക്ഷിക്കുന്നൊരു കാലമല്ലേ? നിങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറെ കാണണം, അല്ലെ ആയുർവേദ ഡോക്ടറെ കാണണം, റെയ്ക്കി നടത്തുന്ന ആ മാസ്റ്ററെ കാണണം. നിങ്ങളെ അവർ കൺസൾട്ട് ചെയ്ത് നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുഴപ്പമാണ്. സാൽബുറ്റമോൾ ഇങ്ങനെയാണ്, പാരസെറ്റമോൾ ഇങ്ങനെയാണ്, ക്രോസിൻ കഴിച്ചാൽ ഇങ്ങനെയാണ്, തിന്നർ കഴിച്ചാൽ ഇങ്ങനെയാണ്.
ചേട്ടാ അതിനെല്ലാം ഇങ്ങോട്ട് വന്നതാ, നിങ്ങളുടെ നല്ല മരുന്നതാ. കേട്ടിട്ടില്ലേ ഇത്? ഞാൻ ഇടയ്ക്ക് രസകരമായൊരു തമാശ കേട്ടു. ഒരുത്തൻ ശ്വാസം മുട്ടലിന് ഹോമിയോ മരുന്ന് കഴിച്ചു. ശ്വാസം മുട്ടൽ പോയില്ല, പകരം കയ്യിലെ അരിമ്പാറ പോയെന്ന്. ഒറ്റ വഴിയുള്ളൂ, അരിമ്പാറയ്ക്ക് മരുന്ന് കഴിച്ചോണം, ശ്വാസം മുട്ടൽ പോയേക്കാം. ഇതെല്ലാം ടെസ്റ്റിമോണിയലാണ്, ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ. അപ്പോൾ ഒരു കാര്യം, ഇതൊന്നും മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. പക്ഷെ എന്തായിരുന്നു ആയുർവേദത്തിൻ്റെ പരാജയം എന്ന് പറയണം, ശ്രദ്ധിക്കാനുണ്ട്. ആയുർവേദ ചികിത്സ മിക്കപ്പോഴും നടത്തുന്ന ആള് ഒരു നമ്പൂതിരിയായിരിക്കും. അയാൾക്ക് എല്ലാ രോഗിയെയും ട്രീറ്റ് ചെയ്യാൻ വയ്യ, ക്രിസ്ത്യാനിയെ പോലും ട്രീറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഇയാൾ ജാതിക്കനുസൃതമായ അകലം പാലിക്കണം. തീണ്ടാപ്പാടെന്നാണ് അതിന് പറയുക. ഓരോ കമ്മ്യൂണിറ്റിയുടെ ബേസിൽ ശൂദ്രൻ നിൽക്കേണ്ട അകലം, OBC നിൽക്കേണ്ട അകലം, നായാടി നിൽക്കേണ്ട അകലം 72 അടി വരെ അകലം നീക്കണം. 16 മുതൽ 72 വരെ. ഒരു കയ്യാളുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ. 72 അടി അകലം നിൽക്കുന്ന ആൾ രോഗം ഈ കയ്യാളിൻ്റെ അടുത്ത് പറയണം. അയാൾ വന്നിട്ട് പറയും, അത് ചുമയാണ്, ശ്വാസം മുട്ടലാണ്, പനിയാണ്, കണ്ണിന്. പ്രത്യേകിച്ച് ചോദിക്കും, നാളെന്താ? അശ്വതി, അല്ലെങ്കിൽ അങ്ങനെ നാൾ പറയും. ആ നാളിന് പറ്റിയൊരു വൃക്ഷം ചൂണ്ടിക്കാണിക്കുക, എൻ്റെ ചൂണ്ടി പോയിരിക്കണം. എന്നിട്ട് ചില മരുന്നുകളുടെ കുറിപ്പ് ഓലയിൽ എഴുതും. അത് സാധാരണ മനുഷ്യന് വായിക്കാൻ പോലും കഴിയില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സമം ആട്ടുംപാല് ചേർത്ത് കുടിക്കണമെന്നൊക്കെ എഴുതുന്നേ. ഒടുക്കം രോഗിയും ഡോക്ടറും തമ്മിൽ ഇത്ര അകലം നിൽക്കുമ്പോൾ ഇന്ത്യക്കാരൻ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടു. ഒരു സായിപ്പ് ഒരു സ്റ്റെതസ്കോപ്പ് കയ്യിലുണ്ട്, ഒരു കുഴൽ. 2-3 പെൺകുട്ടികളും അവർ വന്നൊരു കുതിരവണ്ടിയിൽ ഇറങ്ങി. എൻ്റെ ബാഗുമൊക്കെ കയ്യിലുണ്ട്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കിയ സായിപ്പ് വന്ന് ഇതിനകത്തോട്ട് ഇറങ്ങി. ഡോക്ടറാണ്. അയാൾ വെട്ടി തുറന്നിട്ട് ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിൽ വെച്ച് നമ്പൂതിരിയെ, നായാടിയെ, ദലിതനെ, ആദിവാസിയെ, ക്രിസ്ത്യാനിയെ, മുസ്ലിമിനെ എല്ലാം ഇത് വെച്ച് അങ്ങ് തൊട്ടു. എന്താ മനസ്സിലായി? ക്ഷമിക്കണം, നമ്മുടെ ടാർസൻ ബ്രദർ ഒരു പഴയ സഖാവ് കൂടിയാണല്ലോ. ടാർസൻ ബ്രദറെ, നിങ്ങൾ അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുതാ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്തത്. ഇന്ത്യൻ ജനതയുടെ ഇടയിൽ നിന്ന് ജാതിയും അയിത്തവും ഒപ്പിമാറ്റിയ സാധനത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. സന്തോഷമുണ്ടോ? ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷിക്കണം കേട്ടോ. നേഴ്സുമാരുണ്ടെങ്കിൽ സന്തോഷിക്കണം. എന്താ കാര്യം? നിങ്ങളുടെ കയ്യിൽ പനി നോക്കുന്നൊരു ഉപകരണമുണ്ടല്ലോ, തെർമോമീറ്റർ. അത് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്പൂതിരിയുടെ, നായാടിയുടെ, നായരുടെ, ദലിതൻ്റെ, ക്രിസ്ത്യാനിയുടെ സകലരെയും വായിൽ മാറ്റി മാറ്റി വെച്ചു. അയിത്തം മാറ്റിയ സാധനങ്ങൾ ആധുനിക വൈദ്യം. പിടിയോ? അല്ല, ആയുർവേദം മോശമായിട്ടല്ലെന്ന്. അല്ല, ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്ന സഹോദരങ്ങൾ, ഇതെന്താ എല്ലാവർക്കും കൊടുക്കാൻ? എന്താ നളന്ത നല്ലതാ, തക്ഷശില നല്ലതാ, പക്ഷെ നിങ്ങളെന്താ എല്ലാവർക്കും കൊടുത്തില്ല? അതിലേക്കുള്ള പ്രവേശനം ചിലരുടെ മുമ്പിൽ കൊട്ടിയടച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ബൈബിളിന്റെ പ്രചാരകർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂട്ടുപിടിച്ചല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കൊള്ളയടിക്കാൻ വന്നു. പക്ഷെ അവർക്കൊപ്പം ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ചേക്കേറിയ സുവിശേഷകരുണ്ട്. ആ സുവിശേഷകർ ഒരു പിടി മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോയില്ല, ഒരു പിടി കുരുമുളകും കൊണ്ടുപോയില്ല, ഒരു തേക്കും തടിയും വെട്ടിമാറ്റിയില്ല. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അവർക്കുള്ള ഒരു പിടി മണ്ണ് വിറ്റ് ആ പണം ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവന്ന് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച അവസാന ശ്വാസം വരെ ഇവിടെ പൊരുതി മരിച്ച് അന്നവും അക്ഷരവും നിഷേധിക്കപ്പെട്ട ജനകോടികൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത് പടുത്തുയർത്തിയ മഹത്തരമായ ഒരു സംസ്കൃതിയാ ക്രിസ്ത്യാനിറ്റി. അത് വിരാജിക്കുന്ന നസ്രായനെ, യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുവിശേഷത്തിന്റെ സദസ്യത്വമായ ചൈതന്യവത്തായ സന്ദേശം ഈ ഗ്രാമത്തിന്റെ മുമ്പിൽ അഭിമാനപുരസരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അതുല്യ നാമം, നസ്രകനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ ഈ കള്ളക്കഥകളൊക്കെ നിർത്തണം.
ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചരിത്രം പറയേണ്ടി വരും. ചരിത്രത്തിന്റെ പന്താവുകളുടെ അടരുകളിലൂടെ സഞ്ചരിച്ച ന്യായമായ ന്യായവാദങ്ങളിലൂടെ ഞങ്ങൾ കാര്യം പറയും. ഇത് ഡിജിറ്റൽ യുഗമാണ്. അത് എതിർ സംവാദകർക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമുണ്ട. എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ സംവാദമൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് സമൂഹഗാനം പാടാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പാട്ട് പാടുന്ന ആളിനോട് ചോദിച്ച് പറ്റില്ല. ഒറ്റയ്ക്കൊന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്ന് എതിരാളികളില്ല, നിർത്തിപ്പോയി. ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടൊക്കെ വാക്ക് തന്നിട്ട് പോയ കക്ഷികളുണ്ട്. എന്താ കാര്യം? ഞങ്ങൾക്ക് തുറന്ന മനസ്സാണെന്ന് ഈ ചർച്ചയ്ക്ക്. തുറന്ന മനസ്സ്. ഹല്ലേലൂയ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊള്ളയടിക്കാൻ വന്നു. സുവിശേഷകർ ഇന്ത്യയിൽ വരുമ്പോഴുള്ള സ്ഥിതി കേൾക്കണം. ഈ സുവിശേഷകർ ഇന്ത്യയിൽ വരുന്നതിന് ഏറ്റവും എതിരായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വില്യം കേറിക്ക് ഇന്ത്യയിൽ ഇറങ്ങാൻ വിസ കൊടുക്കാതെ 3 മാസം അദ്ദേഹം കപ്പൽ വഴി അലഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിക്കില്ലായിരുന്നു. ഈ പുസ്തകം കയ്യിലെന്തിയവൻ ആരാ? സായിപ്പ്. അവന് കൊള്ള മാത്രമായിരുന്നു ലക്ഷ്യം. അതിൻ്റെ രണ്ടാണെന്ന് പള്ളി പോയപ്പോൾ കിട്ടുന്ന പള്ളി രജിസ്റ്ററിലെ പേരല്ല ക്രിസ്ത്യാനിത്വം. മനസ്സിലായോ? പള്ളി രജിസ്റ്ററിലെ പേരല്ല ക്രിസ്ത്യാനിത്വം. ടാർസൻ ബദർ കൺവെൻഷൻ ആരംഭിച്ച കാലത്ത് അതിനെ എതിർത്തത് ദൈവനിഷേധികളൊന്നും അല്ലല്ലോ. സുവിശേഷം പറയുന്നതിന് വിപരീത ദിശയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച പലരുടെയും പശ്ചാത്തലം പരതിയാൽ മനസ്സിലാകും. ഈ പുസ്തകത്തെ എൻ്റെ പുസ്തകമാണെന്നും ഇതിലെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്നും വിശ്വസിക്കുകയും കാര്യത്തോടെടുക്കുമ്പോൾ യേശുവിനെയും തള്ളുകയും ചെയ്യുന്ന ഒരുതരം ഇരട്ടത്താപ്പ് ചിലർ വെച്ച് പുലർത്തും. ഞാനാരെയും ആക്ഷേപിക്കാൻ പറയല്ല. ക്രിസ്ത്യാനിത്വം എന്താ? ഞാനൊരിക്കൽ തൃശ്ശൂരിലൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അത് ഒരുതരം നിർവചിക്കാനാവാത്ത തരത്തിലെ കൂട്ടായ്മയാണ്. സ്നാനമുണ്ടോ ഇതൊന്നും അറിയില്ല. ഞാനിവിടെ വരുന്ന വഴിക്ക് എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല. ഞാൻ പലവട്ടം നമ്മളുടെ സാംബാസോട് ചോദിച്ചു, എന്താ അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ സ്റ്റാൻഡ്, എന്താ ഉപദേശപരമായ നിലപാടെന്താ, അതൊക്കെ ചോദിച്ചിരുന്നു. അതറിയണം അതിനാ. അപ്പോൾ ഈ തൃശ്ശൂരേക്ക് പോകുമ്പോഴേക്ക് എൻ്റെ ഒരു CD ഒക്കെ ഉള്ള കാലത്താണ്. അത് കണ്ട കുറേ ആളുകൾ നടത്തിയ യോഗ. 2 CD ഉണ്ട്. അതിൽ ഈ ഇറാഖും യുദ്ധവും ഗസയും ഗത്തും അക്രോനും ഇങ്ങനെയൊക്കെ പറഞ്ഞ ചരിത്ര സംഭവങ്ങളായിരുന്നു. ഞാൻ അങ്കമാലി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകൻ വിളിച്ചിട്ട് പറഞ്ഞു, ആ CD-യുടെ 2ാം ഭാഗം ഇന്ന് കേട്ടു. അത് കേട്ടതോടുകൂടി വലിയ പ്രശ്നം ഇവിടെ നിന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ പ്രശ്നം? എൻ്റെ 2ാം ഭാഗത്ത് സ്നാനം പറയുന്നുണ്ട്. അതിവിടെ ഭയങ്കര വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് വേണം? ഞാൻ നിൽക്കണോ പോണോ പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഏതായാലും സൈഡിലൊതുക്കി. അന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര. ഇപ്പം ശരീരം അതുപോലെ വയ്യ. വൈഫ് കൂടുണ്ട്. 10-26 കൊല്ലമായി ഈ പ്രസംഗം ആരംഭിച്ചിട്ട്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തിരികെ പോവാം. എന്ത് വേണം? ആ മനുഷ്യൻ പറയുക, പാസ്റ്റർ വരികയും ചെയ്യണം, പ്രസംഗിക്കുകയും ചെയ്യണം, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ മനസ്സിലെടുത്ത്, ദൈവമേ ഇവനെന്തിനാ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നേ? സ്നാനം ആവശ്യമില്ലാത്ത ആണോ? അങ്ങനെയാണേ സ്നാനം ആവശ്യമില്ലാത്തവൻ സ്നാനപ്പെട്ടു എന്നാണ് വിളിക്കുകയാണ് നമ്മുടെ കർത്താവ്. അതേന്നേ, പ്രാർത്ഥന ആവശ്യമില്ലാത്തവനാ യേശു അവിടുന്ന് പ്രാർത്ഥിച്ചത്. നമുക്ക് മാതൃകയാകാൻ. അന്നേരം അദ്ദേഹം പറയുകയാണേ, സാറില്ല ദൈവദാസനിഞ്ഞ് പോര്, ആ നാവിൽ നിന്ന് ആവശ്യമില്ലാത്തൊന്നും വരാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഞാൻ പോയി പ്രസംഗിച്ചു. സ്നാനത്തെപ്പറ്റി പറഞ്ഞു. സ്നാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ 1ഉം 2ഉമല്ല, ഒരു 45 പേര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടാൻ തയ്യാറായി. ഹല്ലേലൂയ. സത്യം പറയാം, ആ പുള്ളിക്ക് അതങ്ങ് സന്തോഷമായി. പുള്ളി സ്നാനപ്പെട്ടിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്ന പാർട്ടിയാണ്. മുങ്ങി നടക്കുന്നവരെ. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കൂട്ടിക്കൊണ്ട് ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വന്നു.
ഈ പിശാച് യേശുവിനെ ലോകത്തിൻ്റെ മഹത്വം കാണിക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ, ഞാൻ കൂടെ പോവാണ്. കുറേ ഈ ടെറസിൻ്റെ മുകളിലേക്ക് ഇല്ലുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഇടവകയിൽ നിന്ന് പോകുന്നതാണ്. ഞാൻ അതിനെന്താ കുഴപ്പം? എന്നോട് പറയാ, ദൈവദാസനൊന്നും ഓർക്കരുത്. ഞാൻ പറഞ്ഞല്ല, ഈ പറഞ്ഞത് തന്നെ ഞാൻ ഓർത്തിരിക്കാൻ പാടാ. വേറെന്തോ സംഭവം? ആശാൻ പറയുകയാണേ, ഈ പള്ളി പുരാതനം ഒക്കെ കേട്ട് അവസാനം പറയാം, മതിലേക്കെളുത്ത ക്രൈസ്തവ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, ചുമ്മാ ഇങ്ങനെയൊക്കെ പുളുവടിക്കാതെ. മതിലിലൊന്നും ക്രിസ്ത്യാനി കിളുക്കുകയില്ല, അത് പായലാണ്. അതിനൊരു പെയിൻറ്റ് കിട്ടും, ഒരു അച്ച കിടന്ന് ചാടുന്ന കണ്ടില്ലേ, പായലേ വിട പൂപ്പലേ വിട. നീ പോ. ക്രൈസ്തവൻ ജനനം കൊള്ളുന്നത് പള്ളിയുടെ മതിലേലും ചുവരയിലും പള്ളി ബുക്കിലെ പേരിലും ഒന്നും അല്ലെന്ന്. ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ വസിക്കണം, അവനിൽ വേരൂന്നണം, അവിടുന്ന് ഫലം കായ്ക്കണം. അവനെ കൈക്കൊണ്ടവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇങ്ങനെ വീണ്ടും ജനിക്കണമെന്ന് യേശു പറഞ്ഞു വിട്ടൊരു വക്കീലിൻ്റെ അടുത്താ നിക്കോദിമോസ്. വക്കീല ജൂറിമാരുടെ പാനലിൽ ഇരുന്നു കൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നൊരു വലിയ മനുഷ്യൻ, സീനിയർ അഡ്വക്കറ്റാ. അദ്ദേഹം ഈ പദവി പോവുകയും ചെയ്യരുത്, അപ്പുറത്ത് ചെന്ന് അവർ അംഗീകരിക്കുകയും വേണം. ഈ രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ യേശുവിനെ കാണാൻ വന്നു രാത്രി. ഇപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ അറിയാമോ? തീരെ പാവങ്ങൾ. പത്രോസ്, അന്ത്രോസ്, യോഹന്നാൻ ബേസയിദ കടൽക്കരയിലെ മത്സ്യബന്ധനത്തൊഴിലേർപ്പെട്ട് മത്സ്യം പെറുക്കി വിറ്റും മീൻ പിടിച്ചും വലയും പടകും നന്നാക്കി ജീവിക്കുന്ന അതിസാധാരണ മനുഷ്യരുടെ സംഘം. ആ സംഘത്തിൽ സത്യത്തിൽ കപ്പാസിറ്റി ഉള്ള ഒരാളുമില്ല, സമ്പന്നനില്ല, അറിവുള്ളവനുമില്ല. പിന്നെ അവർക്ക് ഇത്ര ധൈര്യം വരാൻ കാരണം എന്താ? ആ ധൈര്യം ഇന്ന് നമ്മളിലും വ്യാപരിക്കണം. നമുക്കൊന്ന് സമ്മതിക്കുക, എനിക്കറിവ് കുറവാ, പക്ഷെ ഞാൻ സേവിക്കുന്നവൻ സർവജ്ഞാനി. എനിക്ക് സമ്പത്ത് കുറവാ, പക്ഷെ ഞാൻ സേവിക്കുന്നവൻ സർവസമ്പന്നൻ. ഞാൻ ദുർബലനാ, ഞാൻ സേവിക്കുന്നവൻ സർവശക്തൻ. ആ ബലത്തോടെ അവർ നിൽക്കില്ലേ? ആ ഘട്ടത്തിൽ വക്കീൽ വന്നിട്ട് പറയാ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇത്രയും ഒരു പ്രസൻറ്റേഷൻ, ഇത്രയും ഒരു അവാർഡ് യേശുവിന് കൊടുത്തപ്പോൾ എങ്ങനെ പ്രതികരിക്കണമായിരുന്നു? പത്രോസേ, അന്ത്രോസേ, കേട്ടല്ലോ ഈ ചേട്ടൻ പറഞ്ഞത്. എടാ, നാട്ടിലെ വിവരദോഷികളാ എന്നെ കളിയാക്കുന്നത് കണ്ടോ? വിവരമുള്ള വക്കീൽ വന്ന് എന്നെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടോ? യേശു ചെയ്തോ? ഇല്ല. യേശു ആ വക്കീലിൻ്റെ മുഖത്തോട്ടൊന്ന് പറഞ്ഞു, കുഞ്ഞു പോക്കാട്ടെ, എനിക്കൊത്തിരി തിരക്കുണ്ട്, കുഞ്ഞു പോക്കാട്ടെ. വേർഷൻ എൻ്റെ കേട്ടോ. പോയിട്ട് വീണ്ടും ജനിച്ചിട്ട് വരണം. വീണ്ടും ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യത്തിൻ്റെ ഗന്ധം പോലും നിനക്ക് കിട്ടൂല. വീണ്ടും ജനനവാസപ്രധാനം ക്രിസ്തുവിൽ ജനിക്കണം. ആ ക്രിസ്തുവിലെ ജനന പൈതൃകം കൊണ്ട് ലഭിക്കുന്നതാ വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ. അല്ലാത്തതിൻ്റെ പേര് പറയും നോമിനൽ ക്രിസ്ത്യൻ. എന്താ നോമിനൽ എന്ന് പറഞ്ഞാൽ? രജിസ്റ്ററിലല്ല നീ ക്രിസ്ത്യനാ, ജീവപുസ്തകത്തിൽ പേരുണ്ടാവില്ല. മനസ്സിലായോ? പള്ളി രജിസ്റ്ററിലെ പേര് കൊണ്ടേ ഈ ഭൂമിയിൽ വലിയ പുള്ളിയായിട്ട് കഴിയാം. വീണ്ടും ജനിച്ചവൻ്റെ പേര് എങ്ങും വേണമെന്നില്ല, അത് മുകളിലാണ്. ഓരോരുത്തരും അത് മായ്ക്കാൻ കഴിയില്ല, അത് ഉറപ്പേറിയ അനുഭവമാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരണം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന വില്യംകേറിയുടെ വിസ തടഞ്ഞ കക്ഷികളായി വരിക. ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ വന്ന് ഈ സുവിശേഷം പറയുന്ന കൂടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അന്ന് സ്കൂളും കോളേജൊക്കെ കൂടെ ഉണ്ടേ, സായിപ്പിന് മാത്രമുള്ള. സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തുപോയാൽ അറിവാർജിക്കും. അപ്പം നമ്മുടെ തൊഴിൽ നടക്കാൻ വരും. നമ്മളിവിടെ എന്തിനാ വന്ന കച്ചവടത്തിന്? വേറൊന്നും നമുക്ക് നോക്കണ്ട. ഇതായിരുന്നു കമ്പനി.
മറ്റൊരു കാര്യം കൂടെ, ഈ സതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എതിരായിരുന്നു. സതി എന്നുള്ളൊരു ആചാരം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. എന്തായിരുന്നു സതി എന്നറിയണ്ടേ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം. ഈ സതിയുടെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രാജാറാം മോഹൻ റോയുടെ പേര് ഓർമ്മ വരും. നമ്മൾ ഓർക്കാത്ത ചില പേര് ഞാൻ അങ്ങോട്ട് പറയാം. സതി എന്ന ദുരാചാരം ഇന്ത്യ മഹാരാജ്യത്ത് ശക്തിപ്പെട്ട് നടക്കുക. വിധവകളെ ഈ മരിച്ച മനുഷ്യൻ്റെ ബോഡിയോട് ചേർത്ത് പച്ചമുളകൾ കീറി തലങ്ങും വിലങ്ങും വെച്ച് വള്ളിക്ക് വരിഞ്ഞ് മുകളിൽ ചിരട്ടയും തീയും ഒക്കെ ഇട്ട് നെയ്യുരുക്കി ഒഴിച്ചിട്ട് മന്ത്രതന്ത്രാദികളുടെ അകമ്പടിയോടെ തീ കൊടുത്ത് കത്തിക്കുക. ഈ കുട്ടിയുടെ കരച്ചിൽ പോലും പുറത്ത് കേൾക്കാൻ പാടില്ല. അങ്ങനെയാണ്. ഈ വിധവ എന്നൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ചർച്ചിലുമൊക്കെ ചില പ്രായമുള്ള സഹോദരിമാർക്ക് ഉണ്ടല്ലോ, ഭർത്താവ് മരിച്ച്, നമ്മൾ ഇവരെയാ പെട്ടെന്ന് സങ്കല്പിക്കുന്നത്. പക്ഷെ ഇത് 12-13 വയസ്സുള്ള പെങ്കൊച്ച, അന്നത്തെ വിധവ. എന്തായിരിക്കും കാര്യം? 85 വയസ്സുള്ള കാരണവരെ 1, 2, 3, 4 വേളി കഴിക്കും. അതിലൊരു മിക്കപ്പോഴും കൊച്ചുകുട്ടിയായിരിക്കും. 10-12 വയസ്സുള്ള കൊച്ചിനെയാ 85 വയസ്സുള്ള കാരണവർ വിവാഹം കഴിക്കുന്നു. അപ്പം ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, മിക്കപ്പോഴും ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന വരവിൽ സന്തോഷം കാരണം അറ്റാക്ക് വന്ന് ഈ കാരണവർ മരിക്കും. ചില ആളുകൾ അങ്ങനെ സന്തോഷം കൂടിയാൽ മരിച്ചു കേട്ടോ, അത് വേറൊരു കാര്യം. അത് കൺട്രോൾ ചെയ്യണം. ദുഃഖം പോലെ വലുതാ, അമിതമായി സന്തോഷം കൂടിയാ. ഒരു സഹോദരി തന്നെ ഒരിക്കൽ വളരെ നാളുകൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അന്യഭാഷ കിട്ടി. അടുത്ത ആഴ്ച സഭായോഗത്തിന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ആത്മാവിൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചതോടെ എൻ്റെ സകല വേദനയും കഷ്ടപ്പാടും ഒക്കെ മാറി. എനിക്ക് നിത്യത, ഒത്തിരി കഥകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ തന്നെ വെറുത്തു. എൻ്റെ കർത്താവിനുള്ള തീവ്ര സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. ഇങ്ങനെയൊക്കെയുള്ള സൈസുകളുണ്ടെന്ന്. പക്ഷെ എന്തോ ഇപ്പം ചെയ്യുന്നു? ഇതുപോലെ ചിലർക്ക് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. അങ്ങനെയാണ് ആ വിധവമാരുണ്ടായി. ഈ വിധവമാരിൽ ചിലർ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടും. ഇവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങനെ കത്തിക്കും. ഇത് നേരിട്ട് കണ്ട ആളാ വില്യങ്കേരി. കയറി അവിടെ ചെന്ന് കെഞ്ചി പറഞ്ഞു, കത്തിക്കല്ലേ. ആരും കേട്ടില്ല. സായിപ്പ് പോ, അദ്ദേഹം വിട്ടില്ല. നിരന്തരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കത്തയച്ച് ഇന്ത്യയിൽ നടക്കുന്ന ദുരാചാരങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാൻ. കമ്മീഷൻ ഇന്ത്യയിൽ വന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നമ്മളിപ്പോൾ ഈ ആചാരം മാറ്റാൻ പോയി കഴിഞ്ഞാലേ കച്ചവടം നടക്കാൻ വരും, ആളുകളളവും തൊടല്. പക്ഷെ വില്യങ്കരി മടുത്തില്ല. ഈ അപേക്ഷ തുടർന്നുകൊണ്ടേയിരുന്നു. വില്യങ്കരിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കത്തുകൾ ബംഗാളി ഭാഷയിലാക്കുന്ന പരിഭാഷകനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം കമ്പിത്തപാൽ ഓഫീസിൽ നിന്നൊരു ടെലഗ്രാം വന്നിരിക്കുന്നു. ഒട്ടിച്ച് വായിക്കുമ്പോൾ ഒന്നെന്നറിയണ്ടേ, ബെന്റിം പ്രഭുവിൻ്റെ ഓർഡറാ, അത് ബംഗാളി ഭാഷയിലാക്കണം, ഇംഗ്ലീഷിൽ. ബെന്റിം പ്രഭു ആകുന്ന ഞാൻ എൻ്റെ അധീനതയിൽപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ അതിൻ്റെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ സതി എന്നു പേരുള്ളൊരു ദുരാചാരം നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ ചിതയിലേക്ക് വീഴാൻ പ്രേരിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. ശാശ്വതമായി സതി നിരോധിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കയറി ആ കമ്പി സന്ദേശം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയത്. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പലതിനും ഇപ്പോൾ മറുപടി കിട്ടിയില്ല എന്ന് വരാം. 10 വർഷങ്ങൾക്കപ്പുറത്ത് പ്രാർത്ഥിച്ചിട്ട പ്രാർത്ഥനയുടെ ഉത്തരം കാലമേറെ കഴിഞ്ഞപ്പോൾ സ്വന്തം കൺമുമ്പിൽ കാണാൻ ഭക്തന് ദൈവം കൃപ കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, ഇന്ത്യ മഹാരാജ്യത്തെ നവീകരിക്കുന്നതിൽ, മാറ്റിമറിക്കുന്നതിൽ വില്യങ്കേരിയും പണ്ഡിതരമായും നമ്മുടെ നാട്ടിലേക്ക് വന്ന അനുഗ്രഹീതരായ ബെഞ്ചമിൻ ബെയ്ലിയും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയിൽ ഗവൺമെന്റിന് സ്വന്തമായി ഒരു കലാലയം ഉണ്ടാകും മുമ്പ്
കലാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട്, കോളേജ് ആരംഭിച്ചുകൊണ്ട് പരിവർത്തനത്തിന് തുടക്കം കുറിച്ച അതിശ്രേഷ്ഠ മാർഗത്തിന്റെ പേരാ സുവിശേഷം. ഈ സുവിശേഷകർ ഇന്ത്യ മഹാരാജ്യത്തിൽ വന്നിട്ട് 80 ഭാഷയിൽ 80 ഇന്ത്യൻ ഭാഷയ്ക്ക് നിഘണ്ടുക്കൾ ഉണ്ടാക്കി കൊടുത്തു. 80 ഭാഷയിൽ 125-ലധികം ഭാഷയിൽ വ്യാകരണ പുസ്തകങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് നമ്മളൊക്കെ ഈ പുസ്തകം കൊണ്ട് വഴിയരികിൽ നിന്ന് പ്രസംഗിക്ക് പറയാ, നിർത്തിയിട്ട് പോകാൻ നിന്നെ മനുഷ്യനാക്കിയ പ്രത്യയശാസ്ത്രമായത്. മാനവികത ഉയർന്ന ചിന്ത ഇന്ത്യക്ക് കൊടുത്ത, ലോകത്തിന് കൊടുത്ത മഹത്തരമായ ആശയമായത്. സാഹോദര്യത്തിന്റെ ഉയർന്ന ബോധം. മനസ്സിലായോ? അന്നും ബ്രാൻഡി അടിച്ചവനും ഒക്കെ ഉണ്ടാവും. വായ്പ കൊണ്ട് കൊടുത്തൊക്കെ കുടിച്ചു കാണും. സായിപ്പ് ഇത് മാത്രമല്ലല്ലോ കൊണ്ടുവന്നേ. ക്ഷമിക്കണം, വാസ്തവത്തിൽ നമ്മളിടുന്ന പാൻറ്റും ഈ ട്രൗസറും, നിങ്ങൾ തുറന്നു പറഞ്ഞു ക്ഷമിക്കല്ലേ, നമ്മളിടുന്ന ഇന്നത്തെ തരത്തിലെ അടിവസ്ത്രം പോലും പാശ്ചാത്യമാണ്. അനമ്പുള്ള ശ്രുതിയൊക്കെ ഇളങ്കുളം കുഞ്ഞൻപിള്ള എഴുതിയ കേരളത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന ഗ്രന്ഥം പരിശോധിക്കണം. വേണ്ട MGS നാരായണനോ മലയാളത്തിൽ ഏതെങ്കിലും ആധികാരിക ചരിത്രകാരന്മാരുടെ ഗ്രന്ഥം പരിശോധിക്കണം. ഇതൊക്കെ കൃത്യം ഉത്തരമുണ്ട്. ക്ഷമിക്കണം, ഞാൻ ചരിത്രത്തിൽ ഒരു 1-ാം ക്ലാസ് ബിരുദാനന്തര ബിരുദാരിയാണ്. അതുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, കൃത്യമായി പഠിച്ചിട്ടറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംവാദം നടത്തുന്നത്, ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഞാനറിഞ്ഞ ബൈബിളും യേശുക്രിസ്തുവും ഞാനറിഞ്ഞ സുവിശേഷവും കാലാതിവർത്തിയായ സന്ദേശമാണെന്ന് തെളിയിക്കാൻ ആ പഠിച്ച ലോകചരിത്രത്തിന്റെ അടരുകളിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി. ലോകത്തിന്റെ പല മണ്ഡലങ്ങളിൽ ഈ പുസ്തകം ഇടപെട്ട മനുഷ്യരാശിക്ക് എന്തെല്ലാം മാറ്റമുണ്ടായി. ആധുനിക വൈദ്യശാസ്ത്രം, നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, ഞങ്ങൾ നിരീശ്വരന്മാരായിട്ടുള്ള ആളുകളുമായി നടത്തുന്ന ചർച്ച. അതിലൊരു മഹാൻ പറയുന്നത് ക്രിസ്ത്യാനിത്വം ശാസ്ത്രത്തിനെതിരാണ്. നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾക്കറിയണ്ടേ? ആധുനിക ലോകത്തിന് മഹത്തരമായ ശാസ്ത്രസത്യങ്ങൾ വിശകലനം ചെയ്ത് പഠിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ബൈബിളിൻ്റെ അനുവാചകരാണ്. കോവിഡ് കാലത്തെ സമൃദ്ധമായ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണെന്നറിയണ്ടേ? ജനിതക ശാസ്ത്രം, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രാണേതാവ് ഗ്രിഗർ മെൻഡൽ ബൈബിള് വായിക്കുന്നൊരു പുരോഹിതനായിരുന്നു, പ്രസംഗിക്കുന്ന ആളെ. ഈ ജ്വലിച്ചു നിൽക്കുന്ന വൈദ്യുത ദീപങ്ങളില്ലേ, പിതാവ് മൈക്കൽ ഫാരഡേ ഇല്ലേ, ഫാരഡേ യേശുവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമകനായിരുന്നെന്ന്. ഇനി കേൾക്കണം. ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ പ്രാണേതാവായ സർ ഐസക് ന്യൂട്ടൺ ഉണ്ടല്ലോ. ന്യൂട്ടൺ കേവലം ഒരു വിശ്വാസിയല്ല. ബൈബിളിലെ വെളിപ്പാട്, ദാനിയേൽ പ്രവചനങ്ങൾ പഠിച്ച് അതിന് വ്യാഖ്യാനം ചമച്ച ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. രക്ഷാനിർണയം പ്രാപിച്ച് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരുന്നൊരു മഹാരഥൻ. തീർന്നില്ല. വൈദ്യശാസ്ത്രത്തിന് ലഭിക്കാവുന്ന, ഒരു നല്ല വൈദ്യശാസ്ത്ര ചിന്തകന് ലഭിക്കാവുന്ന പരമാവധി ബഹുമാനത്തിൻ്റെ പേരാ നൊബൽ പ്രൈസ്. അത് കരസ്ഥമാക്കിയ ആളുകളുടെ എണ്ണമെടുത്താൽ 65% പേരും ഈ ബൈബിളിൻ്റെ പ്രാണേതാക്കളായിരുന്ന, ബൈബിളിൻ്റെ വക്താക്കളായിരുന്ന ജൂതന ക്രിസ്ത്യാനിയാണ്. ഇനി നിരീശ്വരന്മാരുടെ പെർസെൻ്റ് കേൾക്കണോ? നോബൽ സമ്മാനം കിട്ടിയ 9% താഴെയാണ്. അത് ശാസ്ത്രത്തിനൊന്നുമല്ല, സാഹിത്യത്തിനാണ്. കഥ എഴുതിയതിനൊക്കെ കിട്ടി. അത് ചെറുതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ 9% ദാരിദ്ര്യത്തിലേക്ക് താഴെ നിൽക്കുന്ന നിങ്ങൾ, 70% നിൽക്കുന്ന ഞങ്ങളെ ശാസ്ത്രം പഠിക്കാൻ വളർന്നിട്ടില്ല. വളരുമ്പോൾ പറയാം, അന്നേരം വന്നാൽ മതി. മനസ്സിലായില്ലേ? ക്ഷമിക്കണം, എൻ്റെ ഒരു ആധികാരികത കൊണ്ട് പറയുന്ന ഇത്. ഞാനൊരുത്തനോട് ചോദിച്ചു, ഈ പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ, അതനുസരിച്ച് മനുഷ്യൻ പരിണമിച്ച് എന്നുള്ള രീതിയിലായി എന്നല്ലേ? ഇനിയിപ്പോൾ ഒരു ചെറിയ പാപഭാരം കിടന്ന് നമ്മുടെ തലമുണ്ട കേൾക്കുന്നുണ്ടേ. കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് പരിണാമവാദം ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ പാസുമാരും അച്ഛന്മാരൊക്കെ ഉണ്ടാക്കിയെന്നാണ്. അല്ലെന്ന് നിങ്ങളാ ഉണ്ടാക്കിയേ. ഇതിന് ഞങ്ങളുടെ തലമുണ്ട വെക്കുന്നേ. നിങ്ങൾക്ക് തന്നെ നാണക്കേടായിട്ട് തോന്നിയല്ലേ? എങ്ങനെ ഉണ്ടായത് ഞാൻ പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ
ഒരു കുട്ടിക്കുരങ്ങ്, അല്പം കൂടെ പൊക്കമുള്ള കുരങ്ങ്, ഈ പടം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പാഠപുസ്തകത്തിൽ? പിന്നൊരു ഗോറില്ല, നിയാണ്ടർത്താൽ, ഹോമോസാപ്പിയൻസ്, ആധുനിക മനുഷ്യൻ. ഇങ്ങനെ പടം വരച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ സാധനം കയറ്റി വെച്ച ആരാ? നമ്മുടെ സിലബസിലെല്ലാം ഉണ്ടായിരുന്ന പണ്ട്. ശരിയാണോ? കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചല്ല നമ്മൾ. കലാലയം മുഴുവൻ അധ്യാപകർ പഠിപ്പിച്ചു വെച്ച കാര്യമാണ്. ഇപ്പോൾ അബദ്ധമായി തോന്നിട്ട് തിരുത്താൻ വരിക. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇത്രേ ഉള്ളൂ. നീ കുരങ്ങോ എന്തേലും ആയിക്കോട്ടെ, പരിണമിച്ച് ഈ രൂപത്തിലെത്തി. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ട്. തിരിച്ച് നമ്മൾ എന്നാ പഴയ പോലെ കുരങ്ങനാകുന്നതെന്ന് ചോദിച്ചല്ലെങ്കിൽ ആ പരമാണു ആകണമല്ലോ, അമീബ ആകണമല്ലോ. അതിൻ്റെ പ്രോസസ്സൊന്നും ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ എന്നോട് പറയുക, ഇയാളൊരു അഹങ്കാരിയാണെന്ന് എനിക്ക് വന്നപ്പോൾ മുതൽ തോന്നിയതാണ്. ഞാൻ അഹങ്കാരിയായതല്ല, എൻ്റെ ചോദ്യമായി ചോദ്യം. നാളെയാണല്ലോ ഉത്തരം പറഞ്ഞാൽ മതി, സമയം പോലെ, അവസരം പോലെ പറഞ്ഞാൽ മതി. വിട്ടേക്കാം. അപ്പോഴും 3 BA ബൈബിളും ബ്രാൻഡിയും ബയനറ്റും കൊടുത്തല്ല മാറ്റിയേ. ചില ആൾ പറയുന്നു ഇന്ന് പഞ്ചാബിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒക്കെ നമ്മൾ വളരുന്ന കിട്ടിട്ട് പറയാണ് പാൽപ്പൊടി കൊടുത്തിട്ടാണ്. കേരളത്തിൽ പണ്ട് നമ്മളെല്ലാം പാൽപ്പൊടി കഴിച്ചിട്ടാണ് ഈ രൂപത്തിലെത്തിയെന്ന്. നമ്മുടെ ആ കൈവെട്ട് മാഷൊരു മാഷിൻ്റെ കൈവെട്ടില്ല, മാഷ് പോലും പറയുന്നത് കിട്ടും. എനിക്കത് കേട്ടപ്പോൾ അദ്ദേഹം മലയാളം മാഷാണ്, ചരിത്രം അറിയാത്തില്ല, അപാകതയാണ്. അദ്ദേഹം പറയാണ്, മാഷ് പറയാണ്, പൂർവികരെയൊക്കെ ഇങ്ങനെ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റി. ഇപ്പം ചരിത്രം പഠിക്കുക. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായ എഴുത്ത് അത് ഇന്നലെയുള്ള 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലുള്ള ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള കണക്ക് രേഖാമൂലം നമ്മുടെ മുമ്പിലുണ്ട്. AD 54 പോട്ടെ, അതുമുതലുള്ള ഇങ്ങോട്ടുണ്ടെന്ന് ചരിത്രം പഠിക്കണം. ഞാൻ നീട്ടുന്നില്ല. അവിടെ പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഒരു വശത്ത് പറയും ഇന്ത്യ ഭയങ്കര മഹത്തര പാരമ്പര്യമായിരുന്നു, അതിനൊത്തിരി പാരമ്പര്യങ്ങളുടെ ബൃഹത്തായ അടരുകളുണ്ട്, അന്നത്തെ മനുഷ്യന് ഭയങ്കര കപ്പാസിറ്റി ആയിരുന്നു, ഭയങ്കര കഴിവായിരുന്നു, ചിന്തകന്മാരുടെ നാടായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാ പാൽപ്പൊടി കൊടുത്ത് മാറ്റിയെന്ന്. എടാ, പാൽപ്പൊടി കട്ടുമ്പോൾ മാറുന്ന മാറ്റമാ ചിന്തകനെങ്കിൽ അത് പോട്ടെന്ന്. അവൻ ചിന്തകനല്ല. നോക്കണേ, ഇത്രയും മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്തെ പാൽപ്പൊടി മൂക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്തൊരു പാരമ്പര്യം മനസ്സിലാവുന്നില്ല. ചിലപ്പോഴൊക്കെ ആൾ പറയാണ്ട് നമ്മൾ പണം കൊടുത്ത് ആളുകളെ മാറ്റുന്നു. എന്നാൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയാം. ഞങ്ങളൊരാളെ സ്നാനപ്പെടുത്തുമ്പോൾ ആ മുങ്ങുന്നവനൊരല്പം പൈസ വണ്ടിക്കൂലി തരാറുണ്ട്. ശരിയല്ലേ? അത് മേടിച്ചിട്ട് മിണ്ടായിരിക്കുന്നു. പാമ്പാസുമൊക്കെ എന്തിനായി മിണ്ടായിരിക്കുന്നത്? സത്യം സമ്മതിക്കും. മനുഷ്യൻ്റെ അടുത്ത് ഒരു വണ്ടിക്കൂലി തരികയല്ലേ അവർ? നിയമമൊന്നും ഉണ്ടായിട്ടല്ല, അയാൾക്കറിയാം പാസൊക്കെ വീട്ടിൽ പോകണല്ലോ എന്ന് ഓർത്ത് വണ്ടിക്കൂലി തരുന്ന. ഇന്നുവരെ ഈ രഹസ്യം ആരും പറഞ്ഞിട്ടില്ല. ഞാനാ ഇത് ആദ്യം പറഞ്ഞ ഉപദേശി. ഇവിടെ ഒരുത്തരും അങ്ങോട്ട് പണം കൊടുത്തേ ഈ സുവിശേഷം അടിച്ചേൽപ്പിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറഞ്ഞ ചങ്കുറപ്പുള്ള ദൈവത്തെയാ ഞങ്ങൾ ആരാധിക്കുന്നത്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും യേശുവിനെ അനുഗമിക്കില്ല എന്ന് വാക്ക് തെറ്റിക്കാത്തവൻ പറഞ്ഞ അലംഘനീയമായ വാക്കിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവേറെയായി ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞപ്പോൾ, ഈ ഞാൻ പറയുന്നിടത്ത് വലയിറക്കാൻ പറഞ്ഞപ്പോൾ കീറുമാറാകും വല കീറുമാറാകും വിധം ആത്മാക്കളെ കണ്ട് തൃപ്തിയടയാൻ ഉയരത്തിലെ അനുഗ്രഹം പ്രാപിച്ചവന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ആത്മാഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതതിൻ്റെ ചരിത്രം, അതതിൻ്റെ വസ്തുത. അപ്പോൾ ഈ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ നേരിടാനാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഞാൻ ആ വിധത്തിലൊക്കെ പറഞ്ഞു ഉപസംഹരിക്കാം. നമ്മൾ വായിച്ച വചനത്തിലൂടെ ഒന്നുകൂടി വരണം. പറ്റുമെങ്കിൽ അത് ഒന്നുകൂടി വായിച്ചു കേട്ടാൽ സന്തോഷമാണ്. ധനനായ യോഹന്നാൻ യേശുവിൻ്റെ അരിമ ശിഷ്യന്മാരിൽ ഒരാളാണ്. കൊച്ചുകുട്ടിയായിരിക്കും യേശുവിൻ്റെ ശിഷ്യനായി. ഇപ്പോൾ പ്രായാധിക്യത്തിൻ്റെ പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം എഴുതി സ്ഥാപിക്കുന്ന അവസാന ഘട്ടത്തിലെ ലേഖനങ്ങളാണ് 1, 2, 3 ലേഖനങ്ങൾ.
ആ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 19 മുതലാണ് ചിന്തയ്ക്കാസ്പദമായി വായിച്ചത്. നമുക്കൊന്നുകൂടെ ആവർത്തിച്ചു കേൾക്കാം. നാം ആ ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ബൈബിൾ മനുഷ്യരാശിയെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഉടമസ്ഥതാവകാശം ദൈവത്തിനാണ്. ഒരാശയം അതാ. രണ്ടാമത്തെ ആശയം, പക്ഷേ ഈ ലോകം കിടക്കുന്നത് ദുഷ്ടന്റെ ആധിപത്യത്തിലാണ്. ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള നിങ്ങൾ ദുഷ്ടന്റെ അധീനതയിൽപ്പെട്ട ഒരു ലോകത്ത് ജീവിക്കുന്നു. പാപപങ്കിലമായൊരു ലോകത്ത് ദൈവത്തിന്റെ ഉടമസ്ഥതയിൽപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും വരം നാം അറിയുന്നു. സത്യദൈവത്തെ അറിയാനുള്ള വരം ദൈവപുത്രൻ വന്ന് തന്നു. പിന്നെ നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. പിന്നെ അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾക്കണം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, സകല മനുഷ്യരാശിയും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടത്. ഈ ചിന്ത ഇന്ത്യയിലെ ഏതെങ്കിലും വേദപദ്ധതികളിലില്ല. ഉലകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ രൂപപ്പെട്ട മതതത്വ ചിന്തകളിലൊന്നും മനുഷ്യൻ മുഴുവൻ ഒരു മാതാപിതാക്കളുടെ മക്കളെന്ന ആശയമില്ല. സൃഷ്ടിയിൽ പോലും വിവേചനത്തിന്റെ വർണ്ണവ്യവസ്ഥയുടെ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ തരത്തിൽ കഥാകഥനം ചെയ്തപ്പോ വിശുദ്ധ ബൈബിൾ അലംഘനീയമായി പറഞ്ഞൊരു കാര്യം, സകല മനുഷ്യരും ഒരു മാതാപിതാക്കളിൽ നിന്നുള്ളവായി. ഇത് കൃത്യത്തോടെ പ്രസംഗിക്കപ്പെട്ടൊരു സ്ഥലം തത്വചിന്തകരുടെ തറവാട്ടുഭൂമിയായ ഗ്രീസിലെ ഏതൻസ് ആയിരുന്നു. ഒളിമ്പിക്സ് രൂപപ്പെട്ട സ്ഥലം ക്രിസ്തുവിന് 276 വർഷങ്ങൾക്കപ്പുറത്ത് ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കായിക മാമാങ്കം രൂപപ്പെട്ട ഏതൻസ്, അന്നത്തെ ഗ്രീസിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക നഗരം, സോക്രട്ടീസിന്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിലിന്റെ, തെയിൽസിന്റെ, ഡയോജനസിന്റെ ഒക്കെ ഭൂമിക. ഞാൻ ഈ പരിസരമൊക്കെ ഇങ്ങനെ നോക്കിയാണ് നിൽക്കുന്നത്. ഒന്നാമത് എനിക്ക് അത്യാവശ്യം പ്രശ്നമുണ്ട്. ഈ കൂടെ ഉള്ളല്ലേ, പേടിക്കണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഈ സ്ഥലത്ത് പൗലോസ് പ്രസംഗിച്ചപ്പോൾ പറയാം, അവിടെ ഇതുപോലെ പരസ്യത്തിൽ പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്ന അറിയണ്ടേ? അല്ലയോ ഏതൻസിലെ ആദരണരായ സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടുവരികയായിരുന്നു. അവിടെ വിചിത്രമായൊരു കാഴ്ചയുണ്ട്. ഒരു ശില്പം വച്ചിരിക്കുന്നു. ആ ശില്പത്തിന് പേരില്ല. പേരില്ലാത്ത ശില്പത്തിന് അവരൊരു പേരിട്ടു, അജ്ഞാതദേവൻ, ദ അൺനോൺ ഗാഡ്. അവിടെ നിന്നിട്ട് പൗലോസ് പ്രസംഗിക്കുക, നിങ്ങൾ അറിയാതെ ഒരു ദേവനെ പൂജിക്കുന്നുണ്ടല്ലോ, അജ്ഞാതദേവൻ. അല്ലയോ ഗ്രീക്കുകാരെ, നിങ്ങൾ സെയൂസിനെ ആരാധിക്കുന്നു. നിങ്ങൾ പലവിധത്തിൽപ്പെട്ട ദൈവസങ്കല്പങ്ങളുടെ പിന്നാലെയാണ്. നിങ്ങൾ അറിയാത്ത ഒന്നിനെ കൂടി വച്ചിരിക്കുന്നു. കൊള്ളാം. പക്ഷെ നിങ്ങൾ അറിയാത്തതും ഞാൻ അറിയുന്നതുമായൊരു സത്യം നിങ്ങളെ വെളിപ്പെടുത്താം. അദ്ദേഹം പറയാ, അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായി നിർമ്മിച്ച ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അവൻ മനുഷ്യന്റെ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളെന്തെങ്കിലും കൊടുത്തിട്ട് വേണം അവിടുത്തേക്ക് ജീവിക്കാനെന്ന നിലയിൽ വഴിപാട് സാമഗ്രികൾ സ്വീകരിക്കുന്നില്ല. എത്ര വർഷം മുമ്പാ പറഞ്ഞതറിയണ്ടേ? ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് മുമ്പ് ഇത്രയും വികാസം പ്രാപിച്ച ഒരു ചിന്ത
അത്രയും പ്രാകൃത കാലഘട്ടത്തിൽ മനുഷ്യരാശിയോട് സംവാദിക്കണമെങ്കിൽ പൗലോസ് എന്ന മനുഷ്യൻ പ്രാപിച്ച വെളിപ്പാടിന്റെ തീഷ്ണത എത്ര വലുതാണെന്ന് ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിഞ്ഞുകൊള്ളണം. അതാ ദൈവാത്മാവിന്റെ ചൈതന്യം ഒരുവന്റെ ഉള്ളിൽ വന്നാൽ ഏത് നിഗൂഢതകളുടെ ഇരുട്ടിനെയും ഭേദിച്ചുകൊണ്ട് ആ സത്യവചനം ക്രിയ ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി അതേ വചനം അതേ ശക്തിയോടെ അതേ കൃപയോടെ നമ്മുടെ മതത്തിൽ വ്യാപരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ വചനം ഇരുട്ടിനെ ദൂരീകരിക്കുന്ന വെളിച്ചമാണ്. ഈ വചനം രോഗശാന്തിയാണ്. ഈ വചനം അത്ഭുത വിടുതലാണ്. മനുഷ്യരെ തലങ്ങും വിലങ്ങും ഒരുപോലെ അനുഗ്രഹിച്ച് യാഥാർത്ഥ്യങ്ങളുടെ ബോധത്തിലേക്ക് അവനെ ഉദ്ദീപിപ്പിക്കുന്ന ചിന്താപദ്ധതിയാണ് ഈ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. എന്താ പറ്റിയേ? ഈ പൗലോസ് ഒന്നുകൂടി പ്രസംഗിച്ചു. അവിടുന്ന് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ അട്ടപ്പാടിയിലെ ആദിവാസി മുതൽ അങ്ങകലെ പാലസ്തീനിയായിൽ നിന്നുള്ള അറബിയും തൊട്ടപ്പുറത്ത് ഗസാമുനമ്പിൽ പ്രാണന് വേണ്ടി പോരാടി പരസ്പരം ഏറ്റുമുട്ടുന്ന ജൂതനും അറബിയും അകലെയുള്ള പാശ്ചാത്യ നാട്ടിലെ സായിപ്പും ഈ രാജ്യത്തിലെ ബ്രാഹ്മണനും ലോകത്തിന്റെ 5 വൻകരകളിൽ എവിടൊക്കെ മനുഷ്യനുണ്ടോ ആ മനുഷ്യൻ മുഴുവൻ ഒരപ്പന്റെയും ഒരമ്മയുടെയും മക്കളാണെന്ന് പറയാൻ ചങ്കേറ്റം കട്ടിയ അതുല്യ കൃതിയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. ഇത് മനുഷ്യരാശികളെ അതിന്റെ യൂണിവേഴ്സലായ സാർവത്രികമായ ആ കാഴ്ചപ്പാടിൽ ഒന്നായി കാണുന്നു. എന്നിട്ട് ഒന്നിരി പറഞ്ഞു, മനുഷ്യൻ എന്ത് ചെയ്തു? അവന്റെ ഇഷ്ടത്തിന് അതിരുകളും കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ട് അവൻ ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ ഉണ്ടാക്കി. ഇത് ഞങ്ങളുടെ ജോലി ഇതൊക്കെ ശുദ്ധീകരിച്ച് തെളിയിച്ച് ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യയിലെ സൂപ്രണ്ടിൻ്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നായിരുന്നു. അബ്ദുൽ കരീം. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാവും. അബ്ദുൽ കരീം എന്ന മുസ്ലിം പേരുള്ള മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഭയായ പെന്തക്കോസ്തൽ പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൗത്ത് ഇന്ത്യൻ സൂപ്രണ്ടായപ്പോൾ ഒരപാകത ഉണ്ടായില്ല. അത് വളർന്നതേ ഉള്ളൂ. നമ്മുടെ ടാർസൻ ബദറോ കൂടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടല്ല, ആ ചർച്ച് ഓഫ് ഗോഡ് അങ്ങ് അമേരിക്കയിൽ തുടങ്ങി വെച്ചൊരു ദലിതനാണ്. ആ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയിൽ വരുമ്പോൾ അതിനെ നെടുനായകത്വം വഹിച്ച ആള് AR തങ്കയ്യ അതിശയം എന്ന തമിഴ് ബ്രാഹ്മണനാണ്. PAV സാം പാസ്റ്ററുടെ പിതാവ്. ART അതിശയം. ഒരു ബുദ്ധിമുട്ടും വന്നില്ല അദ്ദേഹത്തെ സ്വീകരിക്കാൻ. ഷാരോൺ ഫെലോഷിപ്പ് എന്നൊരു ചർച്ചുണ്ട് ഇവിടെ. ആ ചർച്ച് സ്ഥാപിച്ചത് ജോൺ അയ്യാപിള്ള സാർ എന്നറിയപ്പെടുന്ന ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദേവദാസനാണ്. നമുക്ക് മനസ്സിലായോ? IPCയുടെ അടുത്ത കാലം വരെയുള്ള അമരക്കാരിൽ പ്രധാനി ജോൺ സുന്ദർ റാവു എന്നറിയപ്പെടുന്ന ദലിതനായിരുന്നു. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും പെട്ട മനുഷ്യരെ ചേർക്കുന്ന, എല്ലാ നിലയിലുമുള്ള മത്സ്യങ്ങൾ കയറുന്ന ബൃഹത്തായ വലയുടെ പേരാ ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ എന്നാകുന്ന ഉറച്ച ബോധത്തോടെ മനുഷ്യരാശിയുടെ സ്നേഹത്തിന്റെ സാർവത്രികതയിലേക്ക് അത് നയിക്കുക. ആ പ്രമാണമാ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇതൊരു പുതിയ വിഷയമല്ലെന്നേ. ലോകത്തിന്റെ 5 വൻകരകളിലും കഴിഞ്ഞ 2000 ആണ്ടായി ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സുവിശേഷത്തിന്റെ മകനീയ സത്യം അത് തന്നെയാ. അപ്പൊ അത് പഠിപ്പിച്ചു. നാം എല്ലാം ദൈവത്തിന്റെ മക്കൾ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ലോകം പക്ഷേ ദുഷ്ടന്റെ അധീനതയിൽ. ഇതിൻ്റെ കൺട്രോൾ ദുഷ്ടനാണെന്ന്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ഭൂമിയിൽ ഭരണാധികാരികളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഐക്യരാഷ്ട്രസഭയൊക്കെ ഉണ്ടെങ്കിലും ഒരദൃശ്യ ശക്തി ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാക്കൾ ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അവരാ തിന്മ ജയിക്കുന്നത്. ലോകം തിന്മയുടെ സർവാധികാരത്തിലാണ്. ഈ തിന്മയുടെ പേരാ പാപം.
ആ പാപത്തിൻ്റെ കാരണഭൂതനെയാണ് ബൈബിള് സാത്താൻ, പിശാച് എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് കൂടി ഒന്ന് വരണം. ബൈബിളിന് മാത്രമേ മനുഷ്യരാശിയുടെ ഉത്ഭവം എന്നതുപോലെ പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പറയാൻ പറ്റിയിട്ടുള്ളൂ. ഈ പിശാച് എന്ന പദം പഴയ നിയമത്തിലില്ല കേട്ടോ. അവിടെ ഉള്ളത് സാത്താൻ എന്നാണ്. വാസ്തവത്തിൽ ഈ സാത്താൻ എന്ന പദം മലയാളമല്ല, ഹീബ്രു ആണ്, എബ്രായാണ്. ആ പദത്തിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്ന ആൾ എന്നാണ്. പിശാച് എന്ന പദത്തിൻ്റെ അർത്ഥം അപവാദി. ഇത് കേൾക്കുമ്പോൾ ഓർക്കും ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഉപദേശിക്കുന്നതുകൊണ്ട് പറയുക പിശാച്, സാത്താൻ, എന്തുകൊണ്ടോ ഇതൊക്കെ കളയാറായില്ലേ? ഞങ്ങളൊക്കെ പണ്ടേ കളഞ്ഞു, പക്ഷെ നീ രക്ഷപ്പെടാനായി പറഞ്ഞിരുന്നത് കേട്ടോ. ഇതില്ല, ഇങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞവൻ ഈ കൺവെൻഷൻ വിട്ട് പോകുമ്പോൾ ബൈക്ക് ഓടിച്ചാൽ പോകുന്നെങ്കിൽ ആ പോകുന്ന വഴിക്കൊരു 3-4 തവണ തിരിഞ്ഞു നോക്കും. യോഗം കഴിഞ്ഞേ ഇതുവഴി അങ്ങോട്ട് നടന്നു പോകുന്ന ഒരുത്തനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, കൂട്ടുകാരൻ അടുത്ത വഴിക്ക് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 തവണ ഇങ്ങനെ നോക്കും. ഒരു 3-4 തവണ. നീ ആ ഭയപ്പെട്ട ശക്തിയുടെ പേരാ പിശാച്. അത് ഈ അന്തരീക്ഷ മണ്ഡലത്തിലെല്ലാം ഉണ്ടെന്ന്, പിന്നെ ഇവിടൊക്കെ തങ്ങി നിൽപ്പുണ്ടെന്ന്. നമ്മുടെ ശബ്ദം കിട്ടും, നമ്മളെ കണ്ടും സകല മനുഷ്യരെയും നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. കഴിയുമെങ്കിൽ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ അവനിങ്ങനെ കൂടെ നടപ്പുണ്ട്, പക്ഷെ കാണത്തില്ല. എന്താ കാണാത്തതെന്നറിയണ്ടേ? ദൈവം അത് നമ്മളിൽ നിന്നങ്ങ് മറച്ചു, മനുഷ്യൻ പേടിക്കാതിരിക്കാൻ. എന്നാലും ചില മനുഷ്യർ കണ്ടിട്ടുണ്ട്, കാണത്തില്ലേ? കാട്ടിയിട്ടുള്ളവരുണ്ട്. ചിലർ ദേഹം പെരുത്ത് കയറുന്നു, പേടിക്കണ്ട, രക്തത്തിൽ ആശ്രയിച്ചു. അല്ലേ, ഞാൻ പ്രാർത്ഥിക്കപ്പോൾ വിടുതലാണ്. ഞങ്ങൾ ഈ രാത്രി സഞ്ചാരികളെ, ഇതൊന്നും ഞാൻ ഈ അടുത്ത കാലത്ത് അതുവരെ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അപ്പോൾ പേടിയില്ല എന്ന അഭിമാനപുരസരം പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൽ ദിവ്യ ഔഷധം പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നാൽ നീ പോ, ഇത്രേ ഉള്ളൂ. സാത്താനെ കണ്ട പോ എന്ന് പറയാൻ പാകത്തിനുള്ള അധികാരം നമ്മൾ മുകളിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് മറച്ചു വെക്കും, എങ്കിലും ചില ഘട്ടങ്ങളിൽ കാണാം. സ്തോത്രം. ഈ കാണരുതെന്ന് ദൈവം ആഗ്രഹിച്ചെന്തുകൊണ്ടാ? മനുഷ്യനൊക്കെ ഭയന്നു പോകുന്നു, ഭയപ്പെട്ടു പോകും. കൂടുതൽ ഈ സാത്താനില്ല എന്ന് പറയുന്ന മനുഷ്യരാണ് ഭയരഹിതരായി രാത്രിയിൽ ദുർസ്വപ്നങ്ങൾ കണ്ടും മറ്റു പല വിധത്തിലും സാത്താനില്ലെന്ന് പറയുന്ന നിരീശ്വരം പോലും ഭയപ്പെട്ടാ ജീവിക്കുന്നത്. അറിയാതെ ഏലസൊക്കെ അവൻ കെട്ടിയിട്ടുണ്ട്, ആരെയും കാണാതെ പോയിട്ട്. അങ്ങനെയുള്ള കക്ഷികളെ നമുക്കറിയാം. പോട്ടെ, ദൈവം ഇല്ലെന്ന് പറയുന്നവരും ഇങ്ങനെയുണ്ട്. പക്ഷെ ടെൻഷൻ കയറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കും നമ്മളെ. ഭയങ്കര പ്രതിസന്ധി, ദൈവവും ഇല്ല, പിശാചും ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നേ. പക്ഷെ ടെൻഷൻ കയറുമ്പോൾ രാത്രിക്കൊരു വിളിയാ, ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പം സാത്താനെ മറച്ചു വെച്ചു, നമ്മളിത് അറിയരുതെന്ന്. എന്നാൽ ചിലരിത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇവനെ ഒന്ന് അറിയാൻ ശ്രമിക്കും. എനിക്കൊന്ന് അറിയണം, അതെന്താ? വചനം പറഞ്ഞു അങ്ങനെ സാത്താൻ്റെ ആഴങ്ങൾ അറിയരുത്, അവനെക്കുറിച്ച് അറിയാൻ പോകരുതെന്ന് നമുക്ക് വിലക്കിയ കാര്യമാണ്. അത്യാവശ്യം അറിവിനകത്ത് തന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് അറിയാൻ പോകരുത്. അതിനപ്പുറത്തെ അറിവിലേക്കുള്ള അന്വേഷണമാണ് മന്ത്രവാദം. മനസ്സിലായോ? അപ്പുറത്തെ അന്വേഷണം. സൈക്കോളജിയൊക്കെ ഒരു തലം വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. പാരാസൈക്കോളജിയൊക്കെ കൊണ്ട് ഒരു തലം വിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അതീന്ദ്രിയങ്ങളായ ഇത്ര ആത്മാക്കളുമായിട്ടൊരു കണക്ഷൻ വരുമെന്ന്. ചില ഇതുപോലെ തന്നെ മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ചും ധരിക്കും. ആദ്യം ഒരു കാര്യം ഉറപ്പിച്ചു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പിശാചൊന്നും ആകത്തില്ല. മനസ്സിലായോ? അങ്ങനെ ആകത്തില്ലെന്ന് പേടിക്കണ്ട, അത് വ്യക്തമാക്കാനുള്ള ശ്രദ്ധിക്കണം. മരിച്ച മനുഷ്യൻ്റെ ആത്മാവിങ്ങനെ പറന്ന് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് ആരുടെയെങ്കിലും ശരീരത്തിൽ വന്ന് കയറി ഞാൻ തങ്കപ്പനാ, ഞാൻ ചിറ്റപ്പനാ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ അതിലൊരു ശരിയുണ്ട്, ഒരു തെറ്റുമുണ്ട്. തെറ്റ് പറയാം, അത് തങ്കപ്പനല്ല. തങ്കപ്പൻ ഇനി ഉടനെ എങ്ങും പൊങ്ങുകയില്ല, അന്ത്യന്യായവിധിക്ക് പൊങ്ങത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആത്മാവല്ല, അയാളെ കൊണ്ട് വല്ലതും കെട്ടിവെച്ചെന്നോ
എങ്ങാണ്ട് കൊണ്ട് കുടിയിരുത്തിയെന്ന് ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ലേ. അതിന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളി കാശും മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇതെന്താ സംഭവം? നിങ്ങളും ഞാനും ഒക്കെ ജീവിച്ചിരിക്കേ നമ്മുടെ ശബ്ദം, നമ്മുടെ ശൈലി, നമ്മുടെ രീതി ഒക്കെ ഇങ്ങനെ അനുകരിച്ച് ദുരാത്മാക്കൾ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. അവറ്റകൾ ഞാൻ മരിച്ചാൽ എൻ്റെ രൂപത്തിലും ഭാവത്തിലും ഞാനുമായി ഒരു ബന്ധമില്ലെങ്കിലും ഞാനാണ് എന്ന അവകാശ രൂപേണ വരും. മക്കളും വേണ്ടപ്പെട്ടവർക്കും അച്ഛൻ വന്നല്ലേ പപ്പ അല്ലേ കയറിയോ എന്ന് പറഞ്ഞ് ഹൃദയം വിട്ടുകൊടുക്കും. കയറുന്ന നമ്മളല്ല, മറ്റവനാ. ഞാനുമായിട്ടൊരു ബന്ധമില്ല. പിടിയിട്ടിയോ? അപ്പോഴാ ഞങ്ങളൊക്കെ ചെന്നിട്ട് പറയും, ഇതാരാ ഈ പുള്ളിൽ വ്യാപരിക്കുന്നേ? നീ കുറെ ചേഷ്ടയൊക്കെ കാണിച്ചല്ലോ, കൈയിട്ട്. അത് കൈയിട്ടുന്നുണ്ടല്ലേ, മുട്ടയിലിരിക്കുക. ആരാ നീ? ഇന്നതാന്നൊക്കെ പറയുമ്പോൾ അടുത്തൊരു കാര്യം, ഇതിനെക്കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്നാണ്. ഭൂതത്തെ ഇറക്കുന്ന ചില പുള്ളികൾക്ക് ഇത് അറിയത്തില്ല. അവർ വെളുക്കുന്നിടം വരെ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളോടൊന്നും മിണ്ടാത്ത വാസന്മാരും ഇതിനോട് വെളുക്കുന്നിടം വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പേര് ഇമെയിൽ ID ഇതെല്ലാം ഇങ്ങനെ. ഇതിനകത്തൊരു കളിപ്പീരുണ്ട്, എന്താണെന്നറിയണ്ടേ? ഈ പിശാച് ഇങ്ങനെ സംസാരിച്ച് ഈ മനുഷ്യനെ തെറ്റിക്കുന്ന എങ്ങനെ? നമ്മളൊരു 3-4 പേരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ പറയും അതിലൊരു കള്ളനുണ്ടെന്ന് പറയും. ചുമ്മാതായിരിക്കും, ചിലപ്പോൾ നേരുമായിരിക്കും. നമ്മൾ ആ പാവം മനുഷ്യനെ തെറ്റിദ്ധരിക്കും. എന്നിട്ട് പറയും, കണ്ടോ ഫിലിപ്പോസ് വാസനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. ഐക്യത നഷ്ടപ്പെടും. അതിനാ പറഞ്ഞ അതിനെ സംസാരിപ്പിക്കരുതെന്ന്, മിണ്ടരുത്. യേശുവിൻ്റെ അടുത്ത് പിശാചുക്കൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ് നോനവർ. പിശാച് പറഞ്ഞൊക്കെ മാന്യമായ കാര്യമാണ് പറയാൻ വന്നത്. എന്താ അറിയണ്ടേ? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. കേട്ടോ, ആരാധിക്കുന്ന രീതിയിൽ സംസാരിച്ചേ. ഇന്നത്തെ പ്രൈസാൻ്റെ വർഷിപ്പുകാരാണെ പറഞ്ഞേനെ ഒന്നുകൂടെ ഉച്ചത്തിൽ പെരുവെള്ളത്തിന് ശബ്ദം പോലെ. അവനെക്കൊണ്ട് സംസാരിപ്പിക്കരുത്, മിണ്ടരുത്, ശബ്ദിച്ചില്ല. കാരണം ഇവൻ ഭോഷ്കിൻ്റെ അപ്പനാ. ഒരേ സമയം ഒരാൾ തനിക്ക് തന്നെ മകനും അപ്പനുമായിരുന്നത് ഭോഷ്ക, വേറെ ആരുമില്ല. അതെങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. പിടിയിട്ടിയ അവനെ സംസാരിപ്പിക്കരുത്. ഒരു ദിവസം പറഞ്ഞു, നീ സമയത്തിന് മുമ്പ് തെണ്ണിപ്പിക്കരുത്. കാരണം ഇതിനറിയാം ഒരു ദിവസം ഒരു ന്യായവിധി ഉണ്ട്, അതിനു മുമ്പ് തെണ്ണിപ്പിക്കരുത്. അതാ പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം നിയമാനുസൃതമേ ഉള്ളൂ. നിനക്ക് എന്തു വേണം? പിശാച് പറഞ്ഞു, ഞങ്ങളെ ആ മേയുന്ന പന്നിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കോട്ട് വിട്ടേക്കണം. ഇതെല്ലാം പന്നിക്കൂട്ടത്തിൽ പോയി കയറി. പന്നിയിൽ കയറുകയും ബൈബിളിൽ പറയാ ഇവയെല്ലാം കൂടെ അങ്ങോട്ട് ചെന്നിട്ട് കടുന്തൂക്കായി എടുത്ത് കടലിൽ ചാടി. നിങ്ങളിന്ന് ഇസ്രായേലിൽ ചെന്നാൽ ഈ ജാതികളുടെ ഗലീലിയ എന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ ഗദരദേശം, അവിടെ ചെന്നാൽ ഇപ്പോഴും നല്ല തടിച്ച പന്നിയെ കാണാം. നമ്മുടെ നാട്ടിലെ പോലല്ല, വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പന്നിയെ കണ്ടാൽ പന്നിസാർ എന്ന് വിളിച്ചിട്ട് സല്യൂട്ട് അടിക്കണം. നമ്മളെക്കാളൊക്കെ പ്രോട്ടോക്കോളും കൊണ്ട് ഒത്തിരി മുകളിലാണ് പന്നിയുടെ റാങ്ക്. വനത്തിലെ ഉദ്യോഗസ്ഥനേക്കാൾ DFOയേക്കാളൊക്കെ റാങ്ക് കൊണ്ടാരാ മുകളിൽ നിൽക്കുന്നത്? കാട്ടുപന്നി. പക്ഷേ പരിഷ്കൃത രാജ്യങ്ങളുടെ സ്ഥിതിയല്ല. അവർ തോക്കെടുത്ത് കാച്ചിക്കളയും പന്നിയെ കണ്ട. നമ്മൾ പന്നിയെ കണ്ട് സല്യൂട്ട് അടിച്ച് നിൽക്കുക. നമുക്കൊക്കെ എന്നാ വിവരം ഉണ്ടാകുന്നൊരു പിടിയില്ല. മനസ്സിലായോ? നമ്മളാ നികുതി അടച്ച് ഉദ്യോഗസ്ഥരെല്ലാം തെറ്റിപ്പോരുന്നല്ല, പന്നിയല്ല. മാസാമാസം മന്ത്രി ഇവരെല്ലാം ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളം നമ്മുടെ നികുതിപ്പണോ അല്ല, പന്നി കൊടുത്ത പൈസ ഒന്നുമല്ല, ആന കൊടുത്തൊന്നുമല്ല. ഒരുത്തനോട് പറയും ആനയും പന്നിയും കൂടി പ്രകൃതിയെ, ഞാൻ വഴി പോയി വേറെ വല്ലവരോടും പറയാൻ പറഞ്ഞു. ആനയും പന്നിയായി പ്രകൃതി നശിപ്പിക്കുന്നത്. ഏതെങ്കിലും ആന ആവശ്യത്തിനുള്ള കരിമ്പ് പറിച്ച് തിന്നുകയാണോ? ആ കാട് മുഴുവൻ കളയുക. മനുഷ്യനിങ്ങനെയാണോ? മനുഷ്യനുള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്ന, പന്നിയും മൃഗമൊന്നും ഉള്ളതുകൊണ്ടല്ലെന്ന്. ഗദരദേശത്ത് നിന്നും പന്നിയുണ്ട്. ഈ പന്നിയെ കണ്ടാൽ വെടിവെക്കണമെന്നാണ്. അതിന് പോലീസ് നടക്കില്ലേ, അത് കൃഷി നശിപ്പിക്കുക. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നുള്ള ഇനമൊന്നും അല്ല, ഭയങ്കര തൂക്കമുള്ള ആക്കമുള്ള പന്നി. ഞാനിതിനെ കണ്ടപ്പോൾ ഓർത്തു, ദൈവമേ, പണ്ട് പിശാച് കയറിയിട്ട് കടുന്തൂക്കായിട്ട് കുറേ എണ്ണം ചാടിയതിൽ അനുസരണം കെട്ട കുറേ എണ്ണം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൊച്ചുമോനാ ഞാനാ കണ്ട പന്നി. അത് പണ്ട് കർത്താവ് പറഞ്ഞ് പിശാചുക്കൾ വന്ന് കയറി കടലിൽ കടുന്തൂക്കാട്ട് ചാടിയിട്ടും ചാടാതെ അനുസരണക്കേട് കാണിച്ച് അവിടെങ്ങാണ്ട് പതുങ്ങിയിരുന്ന പന്നിയുടെ തലമുറയിൽപ്പെട്ട ഇളം തലമുറയിലെ ഏതാണ്ട് ന്യൂജൻ എന്നൊക്കെ നമ്മൾ പറയല്ലോ,
ഈ ടൈപ്പ് എന്നത്തെയാ കണ്ടേ? മനസ്സിലായില്ലല്ലേ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സന്തോഷം പോയോ? ഇച്ചിരി സന്തോഷം പോകട്ടെ. അപ്പോൾ പിശാചുകൾ എന്താണെന്നറിയാനാ? എവരോട് പറഞ്ഞു മിണ്ടരുത്, മിണ്ടിപ്പോലെ ശാസിച്ചു. ഇതാ പിശാച്. പിന്നെ ഉത്ഭവം ബൈബിളിൽ പറയുന്നുണ്ട്. പണ്ട് ആൾ ഡീസൻ്റ് ആയൊരു കാലം ഉണ്ടായിരുന്നു. ലൂസിഫർ എന്നവനെ വിളിക്കുന്നത്. ഇംഗ്ലീഷ് വിളിക്കലൊക്കെ ഓ മോർണിംഗ് സ്റ്റാർ. മലയാളം ബൈബിളിൽ അരുണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? വിശദീകരിച്ച് ഒത്തിരി പറയാനുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നന്നായി ദൈവത്തെ ആരാധിച്ചു വന്നിരുന്ന ദൈവദൂതഗണങ്ങളിൽ ഒരു ഗ്രൂപ്പ് ലൂസിഫർ എന്നൊരു ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ തകർന്നുപോയി. അവരുടെ സിറ്റിയെപ്പറ്റി എസെക്കിയേൽ 28-ാം അധ്യായത്തിൽ പറയുക, നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. മറക്കുന്ന കെരൂബേ, നിന്നെ ഞാൻ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. പക്ഷെ നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് പുളഞ്ഞു. നീ ഹൃദയത്തിൽ പാപം നിരൂപിച്ചു. ഞാൻ ദൈവത്തോട് സമനാകും. എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പം വെക്കും. ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിന് മീതെ ഞാൻ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അന്ന് പുറത്താക്കിയ ദൂതഗണങ്ങളാണ് പിശാചുക്കളായി മാറിയത്. ആ സാത്താൻ ഈ ഭൂമിയെ അധീനപ്പെടുത്തി. അധീനപ്പെടുത്തി വെറുതെ അധീനപ്പെടുത്തിയല്ല. നമ്മുടെ പൂർവികനായ ആദം പാപം ചെയ്തപ്പോൾ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ മനുഷ്യൻ പാപിയായി തീർന്നോടുകൂടി ഭൂമി മുഴുവൻ പാപമംഗലം. ചില പറയാറുണ്ട്, അന്ന് തന്നെ ദൈവം ഒരാട്ടും കുഞ്ഞിനെ യാഗം കഴിച്ചു. അതിൻ്റെ തോല് കൊണ്ട് ആദമിനെ ഹവ്വയെ ഉടുപ്പിച്ചു. ഞാൻ ചോദിച്ചു, പിന്നെ യേശു വരുന്നത് എന്തിനാ? പിതാവ് ആടിനെ അന്ന് തന്നെ യാഗം കഴിച്ച്. അപ്പം എന്നോട് പറഞ്ഞാൽ അതിനകത്ത് തെളിവുണ്ട്. എന്താ തെളിവ്? യഹോവയായ ദൈവം തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി ആദമിനെ. ഞാൻ പണ്ട് CBIയിലായിരുന്നു ജോലി. കാരണം ഈ തോല് കണ്ട് ചൂഹിച്ചു പോവാന്ന് യാഗം നടന്നെന്ന്. ബൈബിളിലില്ലതൊന്നും. ഇല്ലാത്ത കഥയൊന്നും ബൈബിളിൽ ചേർത്ത് വെക്കരുത്. യാഗം നടന്നേ പച്ചക്ക് എഴുതാൻ നാണമായിരുന്നു. മോശ നാണിച്ചു പോയോ? അത് എഴുതണ്ടെന്ന് ഓർത്തു. അവിടെ യാഗമൊന്നും നടന്നില്ല. വചനം പറയുന്നത് എന്താ? പാവങ്ങളുടെ പരിഹാരത്തിന് ഒറ്റ യാഗമേ ഉള്ളൂ. ഒറ്റ യാഗം. അത് പുത്രൻ്റെ രക്തമാണ്. ആട്ടുകുട്ടന്മാരുടെ രക്തത്തിന് പാപപരിഹാരം വരുത്തുവാൻ കഴിവുള്ളതല്ല. പാപിയായ മനുഷ്യനെ പാപമംഗലമായ ജീവിതത്തിൽ അധപ്പതിക്കപ്പെട്ടു പോയ ലോകത്ത് അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ടു. അവനെ പുനരുദ്ധരിക്കുക എന്നതാണ് ബൈബിളിൻ്റെ പദ്ധതി. ഞാനിങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതായത് ആദ്യ മനുഷ്യനായ ആദം ഒരു മനുഷ്യൻ്റെ പരമാവധി തികവുള്ള ആളായിരുന്നു. ഒരു മനുഷ്യൻ എത്രയും പൂർണ്ണനാകാം അത്രയും പൂർണ്ണത ആദമിനും ഹവ്വയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു സവിശേഷത നമ്മൾ ബൈബിൾ വായിക്കല്ലോ. ആദം 930 വയസ്സുള്ളവനായി മരിച്ചു. 930 വയസ്സ്. ആ പ്രാണനെ താലോചിച്ച് മിണ്ടാതാക്കിയ പെട്ടെന്ന്. അപ്പോൾ 930 വയസ്സ് ആദമിനുണ്ടെങ്കിൽ ആദമിൻ്റെ 1 വയസ്സ് കണക്ക് കൂട്ടുന്നത് എവിടുന്ന? 2 വയസ്സ്. 5 വയസ്സുള്ള ആദമിനെ കണ്ടാറിലും 10 വയസ്സുള്ള ആദം ഓമന തിങ്കൾ കിടാവോ ആ ആദമിനെ നമ്മൾ കാണുന്നില്ല. +2 പഠിക്കുന്ന ആദമിനെ കാണുന്നില്ല. പ്രായക്കാരനെ കാണുന്നില്ലെന്ന്. നമ്മൾ കാണുന്ന ആദം കല്യാണപ്രായമെത്തി. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? എന്താണ് ഈ പ്രായം? കാലം നമ്മളെ ആക്രമിക്കുന്നതിൻ്റെ പേരാണ് പ്രായം. ഞാൻ നമ്മുടെ സാംബാസെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു. കഴിഞ്ഞിടയ്ക്കും കണ്ടായിരുന്നു. സാംബാസ് എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ആകപ്പാടെ അങ്ങ് ക്ഷീണിച്ചല്ലോ, തലയൊക്കെ നിറച്ചല്ലോ, എന്തോ പറ്റി? നമുക്കൊരു സങ്കടമൊക്കെ വരും.
പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് അങ്ങനെ വരാറില്ല. സ്ത്രീകൾ അങ്ങനെ വന്നാൽ തന്നെ ഉടനെ കേട്ടിരിക്കുന്ന ആളുകൾ പറയും, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ എന്തോ ഒരു അത്യാവശ്യമാണ് ചെറുപ്പത്തിൽ പോയി അവരെ കാണാൻ. ചെറുപ്പത്തിൽ ആർക്കെങ്കിലും പോയി ഇവരെ കാണാൻ പറ്റിയില്ലെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ പറഞ്ഞല്ലേ. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു വിഷമം. പ്രായമായി തലനരച്ചു, അത് മാറാനൊരു വഴിയുണ്ട്. ഒറ്റമൂലി. നമ്മളോട് ഈ പറഞ്ഞ സാമ്പാഷയെ തിരിച്ചൊന്ന് നോക്കിയാൽ മതി. 10 വർഷം മുമ്പ് ഞാൻ കാണുമ്പോഴും എങ്ങനെ ഇരുന്നു എനിക്കറിയാം. അടിമുടി ഒരു നോട്ടം നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ വിഷമം മാറും. ഞാനിങ്ങനെ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുന്നു. ഒരു ടിപ്പ് പറഞ്ഞാൽ എന്നാട്ടാ. അപ്പോഴേ പ്രായം എന്ന് പറഞ്ഞാൽ എന്താ, കാലം ആക്രമിച്ചെന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ മരണത്തോട് 1 വർഷം കൂടെ അടുത്തെന്നു. ഞാനിത് ശരിക്കും എൻ്റെ വീട്ടിൽ പറഞ്ഞ ശേഷം മക്കൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഭയങ്കര വൈമുഖ്യമാണ് കാണിക്കുന്നത്. ഈ അങ്കിൾ വന്നുകൊണ്ട് ഒത്തിരി ഗുണമായില്ലേ പല വീട്ടിലും. ഓരോ ബർത്ത്ഡേയും സൂചിപ്പിക്കുന്നത് എന്താ, ഞാൻ മരണത്തോട് കുറേ കൂടി അടുത്തു. കാരണം പൂർവികൻ പാപം ചെയ്തു, ഇനി മരിക്കണം. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. പക്ഷെ പാപം ചെയ്യാത്ത ആദമിന് മരണമില്ല, അതുകൊണ്ട് പ്രായവുമില്ല. അതുകൊണ്ട് തേജസ്സുള്ള ചുറുചുറുക്കുള്ള നിത്യ യൗവനം ഇങ്ങനെ ശോഭിക്കുന്ന മനോഹര രൂപിയായിരുന്നു ആദം. സംതൃപ്തനായിരുന്നു ആദം. ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു ആദം. സുന്ദരിയായിരുന്നു ഹൗവ. ആരോഗ്യ ദൃഢഗാത്രമായ ശരീരമായിരുന്നു ഹൗവയുടേതും. പാപം ചെയ്തതോടെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. പാപിയായി മനുഷ്യൻ. ആ പഴയ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു. ഏത് പരിശ്രമത്തിൻ്റെ ഒടുവിൽ മനുഷ്യൻ ചെന്നു ചേരുന്ന സ്ഥലം ശവക്കുഴി. ഈ മനുഷ്യനെ ആ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാൻ സത്യദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാലത്തിന്റെ സമ്പൂർണതയിൽ ഇഹലോകത്തിലേക്ക് അയച്ചു. അതാ സുവിശേഷത്തിന്റെ പൊരുൾ. അങ്ങനെ അയച്ച പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു. പുത്രൻ ജഡത്തിൽ വന്നെന്ന് ശരീരമെടുത്തു വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇതാ സുവിശേഷം. ഇപ്പം ചിലർ ചോദ്യം ചോദിക്കും, ദൈവത്തിന് പുത്രനോ? അതിൻ്റെ പുത്രനുണ്ടായി എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? അല്ല. ആ ദൈവപുത്രൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ ജനിച്ചവനല്ല, അവനില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. കാരണം നിത്യപുത്രൻ. വീണ്ടും ഒരു പേരുണ്ട്, നിത്യപിതാവ്. നിങ്ങൾ ഞാനുമൊക്കെ കുട്ടികളുടെ പിതാവാണ്. ശരി, വ്യത്യാസം നിത്യപിതാവല്ല. 10, 26, 27 വയസ്സായപ്പോഴാണ് നമ്മൾ പിതാവായത് അല്ലേ? പക്ഷെ പിതാവ് നിത്യരാകണമെങ്കിൽ, നിത്യപിതാവെന്ന പേരൊരാൾക്ക് കിട്ടണമെങ്കിൽ പിതാവ് എന്നുണ്ടോ അന്ന് മുതൽ പുത്രനും ഉണ്ടാകണം. ഒരാൾ പുത്രൻ നിത്യനാണെന്ന് പറഞ്ഞാൽ പിതാവ് എന്നുണ്ടോ അന്ന് മുതൽ പുത്രനും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ വിളിക്കും നിത്യാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 പേഴ്സൺസ് ഇൻ 1 എസൻസ്. ഒരു ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത അളവുകളിൽ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളിൽ വിരാജിക്കുന്ന അതുല്യതയുടെ പേരാണ് പരിശുദ്ധ ത്രിയേകത്വം. ആ ത്രിയേകത്വത്തിൽ പിതാവ് പുത്രനെ നമ്മുടെ ഇടയിലേക്ക് നമ്മിലൊരുവനെ പോലെ അയച്ചു. അവിടുന്ന് വന്ന് നമ്മുടെ പാപങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മളെ പരിശുദ്ധരാക്കി, നമ്മളെ പാപനിബിഡമായ ഈ ശരീരത്തിൽ നിന്ന് വിടുവിച്ചു. ആ വാഗ്ദത്തമാണ് സുവിശേഷം തരുന്നത്. ഇതൊഴികെ ഒരു വഴിയും രക്ഷയ്ക്കില്ല. രക്ഷയ്ക്ക് പലവിധ വഴികൾ തിരയുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഈ ലേഖനത്തിന്റെ ഒടുവിൽ പറയാ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളീ. ഹല്ലേലൂയ. ഇപ്പം ചില ആളോട് നമ്മൾ സംസാരിച്ച, അപ്പം ക്രൈസ്തവ സമൂഹത്തിലെ ചിലയിടങ്ങളിലും ഈ വിഗ്രഹാരാധന ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ലോകത്തിലൊരു വിഗ്രഹാരാധി അത് വിഗ്രഹമാണെന്ന് സമ്മതിച്ച് തരികയില്ല. അതതിനകത്തെ ടെക്നിക്ക്. പിന്നെ എന്തിനാ? അതൊരു ഏകാഗ്രത ഉണ്ടാകാൻ. അല്ല, പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ബോധം വരാൻ. എടാ, പച്ചയ്ക്ക് ഇതിൽ എഴുതി വെച്ചിരിക്കുക, മീതെ സ്വർഗത്തിൽ, താഴെ ഭൂമിയിൽ
ഭൂമിക്ക് കീഴെ ആ സമുദ്രത്തിൽ പാതാളത്തിൽ നിന്റെ സ്പർശമെത്തുന്ന, നിന്റെ ദർശനമെത്തുന്ന ഒരിടത്തും കാണുന്ന ഒരു രൂപത്തെയും ഉണ്ടാക്കരുത്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു പുരോഹിത ശ്രേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ ഹോരേബിൽ വെച്ച് ഒരു രൂപവും കണ്ടില്ല, അതുകൊണ്ട് ഉണ്ടാക്കരുതെന്ന പഴയ നിയമത്തിൽ. അപ്പം രൂപമൊന്നും കാണാത്തവരുണ്ടാക്കരുത്, കണ്ടവരത് ഉണ്ടാക്കുമെന്ന്. എന്തോ ഒരു ലോജിക്കാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന് കാരണമുണ്ട്, പറയാം. ഈ പാമ്പും വടിയഗ്നിയൊക്കെ ആരാധിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളിൽ ചിലരുണ്ടല്ലോ. അതിനർത്ഥം മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇതേ ബൈബിളിൽ തന്നെ പറഞ്ഞു കെരൂബുകളെ വാർത്തുണ്ടാക്കാൻ. കെരൂബുകൾ എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. പെട്ടകത്തിന് മുമ്പിൽ 2 കെരൂബുകളെ വാർത്തുണ്ടാക്കണം. നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധി യഹൂദനായനെ. കാരണം നേരിട്ട് കിട്ടിയ യഹൂദൻ ഇന്നുവരെ ഈ പ്രമാണം ലംഘിച്ചൊരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടില്ല, ആരാധിക്കത്തുമില്ല. ബൈബിൾ അത് അനുവദിക്കുന്നില്ല ഒരിക്കലും. പ്രപഞ്ചനാഥൻ, വിശ്വേശ്വരൻ, സകലത്തിനും കാരണഭൂതൻ, ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയവൻ, ആ ദൈവത്തെ നിങ്ങൾ ഇങ്ങനെ പരിമിതപ്പെടുത്തരുത്. അപ്പോസ്തലപ്രവൃത്തി 17 പറയുക, അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ഒരു മന്ദിരത്തിലും വാസം ചെയ്യുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിനോടകന്നിരിപ്പി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, നാം സത്യദൈവത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തിൽ, അവൻ്റെ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു, അവൻ സത്യദൈവവും നിത്യജീവനും. അതുകൂടി പറയാം, ശ്രദ്ധിക്കണം സഹജനെ. ഈ നമുക്ക് ആരാധിക്കാൻ അനുവദിച്ചു തന്ന ഒരു പ്രതിമയുണ്ട്, ഒരു ഇമേജ്, ഒറ്റ ഇമേജ്. അത് മനുഷ്യരാരും ഉണ്ടാക്കിയതല്ല, ജീവനുള്ളൊരു ഇമേജ്. അതറിയാമെന്നറിയണ്ടേ? യേശുവിൻ്റെ. അതെങ്ങനെയാ പറയുന്നറിയണ്ടേ? മനുഷ്യൻ ടെറാക്കോട്ടയിലോ കല്ലിലോ നിർമ്മിച്ച ശില്പമല്ല വിശുദ്ധ ബൈബിളിലെ യേശു. ഞാനിന്ന് പിണങ്ങില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, തെളിവ് പറയാം. ലോകത്തെവിടെ ക്രൂശുമരണത്തിൻ്റെ ഇമേജ് നിങ്ങൾ കണ്ടോ, അതിനകത്തെല്ലാം ഫോൾട്ടുണ്ട്. എന്താ ഫോൾട്ടെന്ന് അറിയണ്ടേ? സകല ഇമേജിലും യേശുവിൻ്റെ കയ്യിൽ ആണി അടിച്ചിരിക്കുന്ന കൈവെള്ളയില, അത് തെറ്റാണ്. റോമിലെ ശിക്ഷാരീതി അനുസരിച്ച് റോമൻ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും, ക്രൂശിക്കപ്പെടാൻ നിയോഗിച്ചവൻ്റെ കൈ തണ്ടയിലാണ് ആണി അടിക്കേണ്ടത്. റിസ്റ്റ്, മണിബന്ധം, ഇതാ ഇവിടെ എന്തെന്നറിയണ്ടേ? നിയോഗിക്കപ്പെട്ട അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ വരണം. അയാൾ നാഡി പരിശോധിച്ച് ആണി ഇറക്കേണ്ട സ്ഥലം അടയാളപ്പെടുത്തണം. ഞരമ്പ് കെട്ടുകൾ പിണയുന്ന ഈ ഭാഗത്തെ ആണി അടിക്കാൻ അടയാളം കയ്യിലും കാലിലും രേഖപ്പെടുത്തിയിട്ട് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചാലുടൻ ചതുരവടിവുള്ള ആണി, അഗ്രം മുനയുള്ള ആണി 3 ആരാച്ചാർമാർ ചേർന്ന് ഒരേ സമയത്ത് കുത്തിയിറക്കണം. മുഴുവൻ ചോരയും വാർന്നു എന്നുറപ്പായാലുടൻ ഈ ആണി ഒന്ന് തിരിക്കും, ഞരമ്പ് കെട്ടുകൾ സ്ട്രക്കാകും, പിന്നെ രക്തോട്ടമില്ല. ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ, ശ്വാസമെടുക്കാൻ കഴിയാതെ ഈ വ്രണിതഹൃദയൻ പീഡിപ്പിക്കപ്പെട്ടവൻ ഇങ്ങനെ കിടക്കുമ്പോൾ ക്രൂശോട് ചേർത്ത് പിന്നെയാണ് ചുറ്റികയ്ക്ക് ആണിയടിച്ചിറക്കുന്നത്. നിങ്ങളും ഞാനും കണ്ടുപരിചയിച്ച ക്രൂശൊന്നും ഈ തിരുവെഴുത്തിലെ ക്രൂശല്ല. പ്രിയപ്പെട്ടവരെ, കുരിശുമാല അണിഞ്ഞു വന്ന എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല. പക്ഷേ സ്വർണ്ണനിർമ്മിതമായ ആ കുരിശുമാല നോക്കുമ്പോൾ യേശു കർത്താവ് നിങ്ങളെ നോക്കിട്ട് പറയും, ഇത്രയും വിലപിടിപ്പുള്ള ഒരു കുരിശിൽ കിടന്ന് മരിക്കാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത ഒരുവനാണ് ഞാൻ. ആ പച്ചമര കുരിശില്ലേ, ആ കുരിശിൽ മരിച്ചവനെ അങ്ങനെയല്ല ഞാനും നിങ്ങളും കാണേണ്ടത്. കുരിശു ചുമക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് കർത്താവ് ജീവിതത്തിൽ തരുന്ന കഷ്ടതകളിൽ അവനോട് പ്രകടിപ്പിക്കേണ്ട ഐക്യദാർഢ്യമാണ്. അക്ഷരാർത്ഥത്തിലെ ആ രൂപങ്ങളെ അല്ല വിശുദ്ധ ബൈബിൾ വിവക്ഷിക്കുന്നത് എന്ന സുവിശേഷ സത്യം ഞങ്ങൾ ഈ രാത്രി ഈ ഗ്രാമത്തെ ഉയർത്തി ബോധ്യം വരുത്തുകയാ. കുരിശിന് 2 ഭാഗങ്ങളാ. സ്റ്റെമ്മുണ്ട്, അതിൻ്റെ വിലങ്ങൻ തടിയുണ്ട്.
ഒന്നിൻ്റെ പേര് സിംപ്ലക്സ്, വിലങ്ങൻ തടിയുടെ പേര് പാറ്റീബുലം. ഇത് റോമൻ വേർഡാണ്. ഇത് മാത്രമാണ് തോളിൽ വെച്ച് ചുമക്കണ്ടേ. അല്ല ഈ ടീ ആകൃതിയിലെ സാധനം അതുപോലെ എടുത്ത് വഴി കൂടെ കൊണ്ടുപോകുന്ന ഏർപ്പാടൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ എക്സഗ്രേറ്റ് ചെയ്ത കഥകളാണ്. ഇവ തോളിലേക്ക് വെച്ചിട്ട് കയറിന് വരിഞ്ഞു കിട്ടും. അതും ചിന്തേരും ഒളിവും കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കി മിനുക്കിയെടുത്ത ഒരു കുരിശൊന്നുമല്ല, ഉരുളൻ തടി തന്നെയാണ്. ആ തടി തോളിലേക്ക് വെച്ച് കെട്ടും. ഈ തീയാകൃതിയിലെ തടി അതേപോലെ എടുത്തുകൊണ്ട് പോകില്ല. സിംപ്ലക്സ് എന്ന് പറയുന്ന അതിൻ്റെ ആ തൂണുണ്ടല്ലോ, അത് ഓൾറെഡി പടയാളികളോടെ എത്തിച്ചിരിക്കും. സമയത്തിന് ക്രൂശീകരണം നടക്കണം. ഈ തടി അഴിച്ച് അതിൽ പിണച്ച കയറുകൾ കെട്ടി ഇതിലേക്കാണ് മനുഷ്യനെ ക്രൂശിക്കുന്നത്. ചരിത്രകാരനായ സ്ട്രാബോ, റോമിലെ ചരിത്രകാരൻ പറയുക, ഞാൻ കണ്ടതിൽ, ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും ഭയാനകം, ഏറ്റവും ഭീകരവുമായ മരണമാണ് ക്രൂശുമരണം. ക്രൂശിൽ മരിച്ചവന്റെ ശരീരം നിലത്തിറക്കി കിടത്തരുത്, ജലാശയത്തിൽ ഒഴുക്കരുത്, അഗ്നിയിൽ തീ കത്തിച്ച് കളയരുത്. ഹതഭാഗ്യൻ ഈ അധർമ്മിയെ ക്രൂശിൽ തന്നെ ഇടണം. കാരണം എന്തേ? ഇത് കാക്കകൾ കൊത്തിപ്പറിക്കാൻ കഴുകന്മാർക്ക് ഇരയായിത്തീരണം. യേശുവിനെ അനുവദിക്കാത്തതിന്റെ കാരണം ഒരു പ്രവചനത്തിന് നിവൃത്തിയ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കയില്ല. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ. ഈ ക്രൂശ് മരണം അനുഭവിക്കുന്ന യേശുവിൻ്റെ സകല ചിത്രവും കണ്ടാൽ ഒരു ദയാവായ്പും ഒരു സങ്കടമൊക്കെ തോന്നും. പക്ഷെ ബൈബിളിലെ ക്രിസ്തു അങ്ങനെ ദയാവായ്പോടൊന്നും നോക്കിക്കിടന്ന ആളല്ലെന്ന്. ഡാവിഞ്ചി വരച്ച, പിക്കാസോ വരച്ച, മൈക്കിളാഞ്ചലോ വരച്ച ചിത്രത്തിലെ ക്രിസ്തു വേദന കൊണ്ട് പുളഞ്ഞ അസഹനീയനായിട്ട് അവിടെ കിടക്കല്ലേ. പക്ഷെ ബൈബിളിലെ ക്രിസ്തു പറയാ, എബ്രായ ലേഖനക്കാരൻ പറയാ, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരിപ്പാൻ, മരണം ആസ്വദിപ്പാൻ. മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാം. ജന്മം കൊണ്ട് ഞാൻ ഒരു ഹൈ റേഞ്ചുകാരനാണ്. ഇപ്പോൾ കോട്ടയത്താണ്. ഞങ്ങൾ കഴിക്കുന്ന ചായ സത്യത്തിൽ നിങ്ങളാരും കഴിക്കില്ല. ഞങ്ങളുടെ ഒരു ചായ നിങ്ങളുടെ 4 ചായയാണ്. അത്ര കടുപ്പമാണ്. കാരണം ജനിച്ചു പൊള്ളുന്നത് ഈ തേയിലക്കകത്തൊക്കെ ആയതുകൊണ്ട് സ്ട്രോങ് ആവട്ടെ. ഞാൻ ട്രെയിനിൽ നിന്നൊരു ചായ കിട്ടിയാൽ അത് കുടിക്കുകയല്ല, അതിങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുഖം കണ്ടാൽ അറിയാം ഈ ചായ കൊള്ളൂല. ശരിയല്ലേ? മരുന്ന് കഴിക്കുന്നവൻ്റെ മുഖം കണ്ടറിയാം മരുന്ന് അവനെ അസഹ്യപ്പെടുത്തുന്നു. ആസ്വദിച്ച് കഴിക്കുമ്പോൾ മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ? അസ്വസ്ഥത വരുമോ? ലോകത്താരും മരിച്ചാലും വേദനാജനകമാണെങ്കിൽ ആസ്വദിച്ചു മരിക്കുക. എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. അമ്മ പട്ടിണി അനുഭവിക്കൂലേ? പണ്ടത്തെ അമ്മമാർക്കൊക്കെ അറിയാം. ഒരു കലത്തിൽ വറ്റ് നിറച്ചിട്ട് 8ഉം 10ഉം മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ അമ്മയ്ക്കൊന്നും കാണൂല. ആ കലത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് അമ്മ ഇങ്ങനെ കഴിക്കുന്ന പോലെ വരുത്തി തീർക്കുമ്പോൾ വിശപ്പ് അമ്മയെ ബാധിക്കില്ല. അങ്ങനെയൊക്കെ അനുഭവിച്ച അമ്മമാരിവിടെ ഉണ്ട്. സമ്മതിക്കാൻ ചിലർക്ക് മടിയുണ്ടേ. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആ അമ്മ നമ്മളെല്ലാം വളർത്തിയേ അല്ലേ? അമ്മയുടെ മുഖത്തെ സന്തോഷം എപ്പോഴാണെന്ന് അറിയണ്ടേ? ഞാനും നീയും ആഹാരം വാരിക്കഴിച്ച് ഈ വയറ് നിറയുമ്പോൾ അമ്മയ്ക്കൊരു സംതൃപ്തി. ഇതുപോലെ ആ കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ സംതൃപ്തി, മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ രക്ഷ ആ രക്തത്തിലൂടെ സംജാതമാക്കിയപ്പോൾ അവൻ മരണം ആസ്വദിച്ചു. ഏത് ചിത്രകാരന് ധൈര്യമുണ്ട് ഈ ക്രിസ്തുവിനെ വരയ്ക്കാൻ? നിന്റെ ക്യാൻവാസിനും നിന്റെ ബ്രഷിനും നിന്റെ ചായത്തിനും വഴങ്ങിത്തരാത്ത അതുല്യനായ ഈ ക്രിസ്തുവിനെ ഈ രാത്രി ഞങ്ങൾ കർത്താവിന്റെ രക്ഷിതാവുമായി നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത്. അവനെ ക്യാൻവാസിന് വഴങ്ങില്ല, ഈ ബ്രഷിന് വഴങ്ങില്ല, ചായത്തിന് വഴങ്ങില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ ജ്വലനമുണ്ട്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. അവനെ ഹൃദയം കൊണ്ട് കണ്ടവർ, വെളിപ്പാട് കൊണ്ട് കണ്ടവർ, തിരിച്ചറിയുന്നവർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മോട് ചേർത്തവൻ അതിനെ മുഴുവൻ സാംശീകരിച്ച് ജീവിതത്തിൽ തീർത്തു. അതിനുതകുന്ന ഒരു വസ്തുത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലൂയി പാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ലൂയി പാസ്റ്റർ IPC കാരനാണോ ചർച്ച കോഡാണോ എന്ന് എനിക്കറിയില്ല. അത് ഈ ബാലേന്ദ്രൻ പാസ്റ്ററോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി.
അദ്ദേഹമാണ് ഈ പേ വിഷം അതിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ഒരു ദൈവമകൻ കേട്ടോ. പേ വിഷം, ഈ പേ ബാധിക്കുന്ന ആളിന് ഹൈഡ്രോഫോബിയ എന്നൊരു മാനസികാവസ്ഥയാണ്. വെള്ളം കണ്ടാൽ ഭയം. അയാൾ ഈ നുരയും പതയൊക്കെ ഇങ്ങനെ വരും. ഈ പേവിഷം ബാധിച്ച ഒരു കൂട്ടുകാരൻ മരിക്കുന്ന അന്ത്യനിമിഷം ലൂയി പാസ്റ്ററെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം ഇതിനൊരു വാക്സിൻ പരീക്ഷണം നടത്തുക. തൻ്റെ വിദ്യാർത്ഥികളും താനും ലാബിൽ സുദീർഘനേരം സംസാരിച്ചെടുക്കും. റാബീസ്, അതാണല്ലോ ആ വിഷം, പേവിഷത. ഈ വിഷം ശേഖരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ മുഴുവൻ തകർക്കും, നാഡീവ്യൂഹത്തെ മുഴുവൻ തകർക്കും. വെള്ളം കുടിക്കാൻ കൊണ്ടില്ലുമ്പോൾ ഭയം. ഇദ്ദേഹം അതിൽ ഒരു അളവ് വിഷമെടുത്ത് ഒരു കുതിരയെ കുത്തി. കുതിര പിടിച്ച് ചില നാൾ കിടന്നിട്ട് ചാത്തു. ഇതേസമയം പല കുതിരകളിൽ ഈ വിഷം പ്രയോഗിച്ചിട്ട് കുതിരകൾ മിക്കതും ചത്തു, എല്ലാം ചത്തു. അതിൽ നുരയും പതയൊക്കെ വന്ന് ഈ ലക്ഷണമൊക്കെ കാട്ടി ചത്തു. ഒരു കുതിരയിൽ വളരെ കുറഞ്ഞ അളവിലെ വിഷം പ്രയോഗിച്ചു. അത് ചത്തൊന്നുമില്ല. ഓരോ ഘട്ടത്തിലും ഈ വിഷത്തിൻ്റെ അളവ് കൂട്ടി ഒരു നിർണായക ദിവസം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിദ്യാർത്ഥികളെ, നാളെ വളരെ നിർണായകമാണ്. കാരണം മറ്റു കുതിരകൾ വിഷം ബാധിച്ചു മരിച്ച അളവിലെ വിഷമാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തു. കുതിരയ്ക്കൊരു വ്യത്യാസമില്ല. അത് നിന്ന് തിന്നുന്നു, ചാടുന്നു. തൊട്ടടുത്ത ദിവസം ഇതിലും ഇരട്ടി വിഷം. കുതിര മൈൻഡ് ചെയ്യുന്നില്ല. അത് പഴയ പോലെ തന്നെ. അടുത്ത ദിവസം ലൂയി പാസ്റ്റർ പറഞ്ഞു, ഇതും ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. ഇതുവരെ പ്രയോഗിച്ചതിൻ്റെ 10 മടങ്ങ് വീര്യം ഉള്ള വിഷം ഇന്ന് നമ്മൾ നട്ടു, കുത്തി. പക്ഷേ ഇത്തവണ കുതിര ചിനച്ചു, അത് മുരണ്ടു, അത് വീണു. ലൂയി പാസ്റ്റർ പറഞ്ഞ് വിടണ്ട, ഒന്നുകൂടെ തട്ടണം. അടുത്ത ദിവസം വീണ്ടും കൊടുത്തു. അതിൻ്റെ കണ്ണിലൂടെ സ്രവങ്ങൾ പുറത്തു വന്നു. നുരയും പതയും വായിലൂടെ ചാടി, കൈകാലിട്ടടിച്ചു. ഹൈഡ്രോഫോബിയ ഉയർന്ന നിലയിലേക്ക് ഇത് ബാധിച്ച് കുതിര അബോധാവസ്ഥയിലെത്തി. മരണം കാത്ത് കിടക്കുക. സാറ് പറഞ്ഞു, ഈ കുതിരയെ നിരീക്ഷിച്ചോണം കേട്ടാ. ഒരു പ്രഭാതത്തിൽ ഒരു കുട്ടി നോക്കുമ്പോൾ ഈ കുതിരയ്ക്ക് ഒരു ചെറിയ ചലനം. അയാളൊരൽപ്പം വെള്ളം വെറുതെ ഇങ്ങനെ തളിച്ചപ്പോൾ ഈ കുതിര നാക്ക് നീട്ടി ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുക. ഈ കുട്ടി ഓടിച്ചെന്ന് ലൂയി പാസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു, സാർ ഒരു മാറ്റം. വാ. വെള്ളം കൊടുത്തപ്പോൾ കുതിര അന്തസ്സായിട്ട് കുട്ടിക്കുന്നു. അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി തീറ്റ കൊടുത്തു. കുതിര മിടുക്കനായി. അങ്ങനെ ഇങ്ങനെ തഴുകി ഈ സ്റ്റേഡിയത്തിലൂടെ ഒരാവർത്തി ഓടിച്ചു. കുതിര ഓടുന്നത് കണ്ട് ലൂയി പാസ്റ്റർ ഒറ്റയ്ക്ക് കൈയടിച്ചു. പുള്ളിക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടുന്നുള്ളൂ. സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, എല്ലാം മനസ്സിലായോ? മനസ്സിലായി. എന്താ? കുതിര ഓടുന്നു. അതിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സയൻറ്റിസ്റ്റ് ആവണമെന്നില്ല. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുതിര ഓടുന്നു. അതല്ല പിന്നെന്താ? ഇതിലും വീര്യം കുറഞ്ഞ വിഷം കൊടുത്തപ്പോൾ പല കുതിരകൾ ചത്തു, ഇത് ചത്തില്ല. ഇതിൻ്റെ 10 മടങ്ങ് കൊടുത്തിട്ട് ഏക്കാതെ വന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ഇല്ല. അതാണ് ആർജിത പ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിന് വഴിയുണ്ട്. ആ കുതിരയെ കൊല്ലണം. എന്തിന്? അതിൻ്റെ രക്തം ശേഖരിക്കണം. എന്നിട്ട് ആ രക്തത്തിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കണം. എന്തിനെന്നോ? ഇതങ്ങോട്ട് പ്രതിരോധമായി കൊടുത്താലേ പേവിഷം ബാധിച്ച
അതിൻ്റെ വൈറസുകൾ ആക്രമിക്കാൻ വരുമ്പോൾ ഇവൻ തിരിച്ചടിച്ചിട്ട് പറയും, പോ, നടക്കില്ല. ചികിത്സ മനസ്സിലായോ? ഞാൻ സയൻറ്റിസ്റ്റൊന്നുമല്ല, ശാസ്ത്ര വിദ്യാർത്ഥിയല്ല. ഇപ്പോൾ മുതൽ ആർജിത ശാസ്ത്രമേ ഉള്ളൂ നമുക്ക്. ഇതിൻ്റെ ആശയം കറക്റ്റാട്ടോ. ഞാൻ പറഞ്ഞ അളവും രീതിയും വ്യത്യാസമാകാം, പക്ഷേ ഐഡിയ കറക്റ്റാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒക്കെ തത്വം ഇതാ. എന്നാലേ ഒരു മറുവശം, ഈ ലൂയി പാസ്റ്റർ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉലകത്തിൽ തുടങ്ങി വെച്ചത് പിതാവായ ദൈവം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ആ രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരു വാക്സിൻ കൊണ്ട് നമ്മുടെ പാപപരിഹാരം യാഥാർത്ഥ്യമാക്കിയെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ രക്തം ഇന്ന് രാത്രി വിടുതലാകട്ടെ. ആ രക്തം നമുക്ക് ശാശ്വത സമാധാനമാകട്ടെ. ആ രക്തത്തിൽ അഭയം പ്രാപിച്ച് പാപത്തെ അതിജീവിപ്പാൻ അവിടുന്ന് കൃപ തരട്ടെ. അതുകൊണ്ട് ഏത് മാരക രോഗങ്ങൾക്കും ഏത് ജീവൽ പ്രതിസന്ധിക്കും ഉത്തരമായി നസറേയനായ യേശുവിന്റെ രക്തം അത് നമ്മെ പൂർവാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ വീണ്ടെടുപ്പ് സാർത്ഥകമാക്കും. അതിനുവേണ്ടിയാണ് യേശു തൻ്റെ പ്രാണൻ കാൽവരിയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തത്. ഇതാണ് സുവിശേഷം. ഇനി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കവേ ആധിപത്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈ രക്തത്തിൽ ആരഭയപ്പെടും അവർക്ക് മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വിജയം പ്രാപിച്ചവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യപദവി ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് വേണ്ടിയാ ഈ യോഗം എന്നിവിടെ നടക്കുന്നത്. നാളെയും അടുത്ത ദിവസമൊക്കെ ദൈവം അനുവദിച്ചാൽ പ്രസംഗിക്കുന്നത്. ഇവിടെ സാത്താന്യ ശക്തികൾ പലതരം ആലോചനകളിലൂടെയാണ്. നമുക്കിന്നറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ അനവധി കുടുംബങ്ങളിൽ ആ സാത്താന്യ ശക്തിയുടെ ആധിപത്യം നമുക്ക് കാണാം. അടുത്ത കാലത്ത് കൊണ്ടു ഒരു പയ്യൻ സ്വന്തം അപ്പനെ കൊന്നു വിളിച്ചു. എങ്ങനെയാണെന്നറിയണ്ടേ? ഹയർ സ്റ്റഡിക്കും വേണ്ടി മറ്റു പല സ്ഥലങ്ങളിൽ പോയി ഗവേഷണ പഠനത്തിനൊക്കെ നടത്തുന്ന കുട്ടികൾ അവിടെ ചൊല്ലുമ്പോൾ ഈ സിലബസൊക്കെ വലിയ കട്ടിയാണ്. വിശേഷിച്ച് MBBS പഠിക്കുന്നൊക്കെ നല്ല കട്ടിയാണ്. ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ് പഠിക്കണം, അനാട്ടമി പഠിക്കണം, പല കാര്യങ്ങളുണ്ട്. നല്ല ഓർമ്മശക്തിയും വിവേകവും വേണം, സമർപ്പണം വേണം. ഇത് എളുപ്പത്തിൽ കിട്ടാനുള്ള ചില ടെക്നിക്കുകൾ ഇത്തരം കലാലയ പരിസരങ്ങളിൽ പല രൂപത്തിൽ വരും. എന്താണെന്നറിയണ്ടേ? നിങ്ങളുടെ ചിന്താപദ്ധതിയെ 1000 മടങ്ങ് ഉദ്ദീപിപ്പിച്ച് ഓർമ്മകളിലേക്ക് പെട്ടെന്ന് മൺമറഞ്ഞു പോയ പല കാര്യങ്ങളും കൊണ്ടുതരുന്ന ചിലതരം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുണ്ട്. അതിപ്പോൾ കേരളത്തിലും സജീവമായി കഴിഞ്ഞു. ഇത് കുട്ടി കഴിക്കും, സൗജന്യ, പൈസ ഒന്നും വേണ്ട. 2-3 ആവർത്തി കഴിച്ചാൽ അവൻ ചോദിക്കുന്ന പൈസ കൊടുത്ത് പിന്നെ ഇത് വാങ്ങുമെന്നവൻ അറിയാം. അതൊരു കൂട്ടർ ചെയ്യുമ്പോൾ വേറൊരു കൂട്ടർ ചിലതരം മാന്ത്രിക ശക്തികളെ കൊണ്ട് ആഭിചാരക്രിയകൾ ചെയ്യിക്കുന്ന ആളുകളെ ചെന്ന് കാണും, കാണിക്ക വെക്കും. കർമ്മതന്ത്രങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ മനസ്സു മാറ്റി പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനും ആ ചോദിക്കാനിടയുള്ള സാധ്യതകളുള്ള കാര്യങ്ങളുമൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് പരീക്ഷ എഴുതി കൂട്ടി വിസ്മയം സൃഷ്ടിക്കും. ബുദ്ധി വികാസം പ്രാപിച്ചു, വളർന്നു. എങ്ങനെയാ ബുദ്ധി വളർന്നതെന്നറിയണ്ടേ? സ്വന്തം ബുദ്ധിയല്ല, അദൃശ്യമണ്ഡലത്തിലെ ഇത്തരം ശക്തികൾ മനസ്സിൽ കടന്ന് ഓപ്പറേഷൻ നടത്തി നിന്റെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുത്തു. എന്തുകൊണ്ടാ സീനിയർ കുട്ടികൾ ചെറിയ കുട്ടികളെ റാഗ് ചെയ്യുന്നുണ്ടോ? മയക്കുമരുന്ന് മാത്രമല്ല കാരണം. സാത്താന്യ ഉപാസന ഇന്ന് പലയിടങ്ങളിലും യാഥാർത്ഥ്യമായിരിക്കുക. എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ സാത്താന്യ ആരാധന ശക്തിപ്പെടുക. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി കണക്കുകൾ പുറത്തുകൊണ്ടുവന്നോ? എന്തൊക്കെയാ കേൾക്കുന്നത്? സിനിമാ ലോകത്തെ മുഴുവൻ അതീന്ദ്രിയ ശക്തികൾ
അവയുമായി ബന്ധപ്പെട്ട ആളുകൾ കൈയടക്കി വെക്കുകയാ. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ചിത്രങ്ങൾ പലതും വലിയ ഭീതിപ്പെടുത്തുന്ന വിധത്തിലെ കഥകൾ, പ്രമേയങ്ങൾ മനുഷ്യന് കൊടുക്കുക. പൈശാചികമായ ലോകത്തിന്റെ നിഗൂഢതകളിലൂടെ സാത്താൻ ഈ കുട്ടികളെയും ചിത്രകാരന്മാരെയും സംവിധായകരെയും ആർട്ടിസ്റ്റുകളെ മുഴുവൻ കൊണ്ടുപോവുക. വലിയ വിജയമല്ലേ, വലിയ സാമ്പത്തിക വളർച്ചയല്ലേ. അങ്ങനെ സിനിമാ ലോകം ദാ മയക്കുമരുന്നിന്റെയും മന്ത്രവാദത്തിന്റെയും അടിമത്തത്തിൽ. ശാസ്ത്രലോകം അങ്ങനൊക്കെ തന്നെ. നോക്കണേ, ശാസ്ത്രസത്യങ്ങളുടെ പിന്മുറക്കാരെന്നറിയപ്പെടുന്ന ആളുകൾ പോലും കടുത്ത അന്ധവിശ്വാസങ്ങളുടെ വഴിയിലൂടെ യാഗഹോമാദികളും സമയവും പ്രശ്നവും പ്രശ്നക്കാരനെയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് ശാസ്ത്രസത്യങ്ങളെ തെളിയിക്കാൻ ശ്രമിക്കുന്ന ലോകം. നോക്കണേ, രാഷ്ട്രീയ ലോകവും വ്യത്യസ്തമല്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർ മതം നോക്കാതെ എല്ലായിടത്തും വന്നിട്ട് ഇവിടെയും ദൈവം, അവിടെയും ദൈവം, അപ്പുറത്തും ദൈവം, കുമ്പനാടും ദൈവം, മറ്റൊരിടത്തും ദൈവം, ഇത് പറയുമ്പോൾ കൈയടിക്കാൻ നിങ്ങളെപ്പോലെ കുറേ മനുഷ്യരും. അങ്ങനൊന്നും ഈ കൈ വിട്ടുകൊടുക്കരുത്. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ അടിക്കാൻ സന്തോഷമില്ല. അതും ശരി, ഇതും ശരി, അപ്പുറത്തെ ശരി, അങ്ങനെ ഒത്തിരി ശരികളുടെ കോംപ്രമൈസിനുള്ളതല്ല ഈ പുസ്തകത്തിൻ്റെ വക്താക്കളുടെ ജീവിതം. ഒരു ശരിയേ ഉള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒറ്റ ശരി. ശരി രണ്ടില്ല സുഹൃത്തെ, ഒറ്റ ശരി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ സത്യമാ പരമപ്രധാനം. മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ സാത്താന്യ ശക്തികളായി ഇന്ന് ഇത്തരം മണ്ഡലങ്ങളെ മുഴുവൻ ഭരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, ആദ്യഘട്ടത്തിലെ ഈ ബുദ്ധിവികാസമൊക്കെ കഴിയുമ്പോൾ നേരെ തിരിച്ചിറങ്ങും, ഒരു ഡിസെൻഡിങ് ഓർഡറിലേക്ക് പോകും. കുട്ടിക്ക് പഴയ ഓർമ്മയില്ല, പഴയ ബുദ്ധിശക്തിയില്ല. ഒരു മതിഭ്രമം ബാധിച്ചവനെ പോലെ സ്ഥലകാല സീമകളെ കുറിച്ച് ഓർമ്മയില്ലാതെ, അറിവില്ലാതെ, നല്ല നിലയിൽ പണ്ട് പഠിച്ച് +2 പാസ്സായ കുട്ടിയെ, ആ എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒക്കെ വിട്ട കുട്ടിയാ ഇന്നിതേ നിലയൊക്കെ മാറി, രീതിയൊക്കെ മാറി, രൂപമൊക്കെ മാറി, കോടികൾ മുടക്കി പഠിക്കാൻ അയച്ചതാ. ചൈനയിലും റഷ്യയിലും ഒക്കെ അയച്ചതാ. ഇന്ത്യയിൽ തന്നെ പലയിടത്തും ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് അയച്ചതാ. പക്ഷെ രക്ഷയില്ല. ഈ നിരാശക്കടിമപ്പെട്ടവനെ പിടിച്ചെടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൗൺസിലിംഗ് വിദഗ്ധരും കഴിയില്ലാതെ ഞാൻ എന്താ ഉറപ്പ് തരാം. അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ ശാസ്ത്രലോകം ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. മനസ്സിനെ ബാധിച്ച മാരകമായ ഈ പ്രശ്നത്തിനെ നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചോ അതിനെ ഉറക്കിയോ കിടത്തുന്ന തരം മരുന്നുകൾ നിരന്തരം കഴിച്ചുകൊണ്ടിരുന്നാൽ ക്ഷീണം വർദ്ധിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകില്ല. അല്ലെങ്കിൽ കുറെ കൂടി ആളുകൾക്ക് ഷോക്ക് കൊടുത്ത് ഉറക്കി കിടത്തുന്ന വിദ്യയൊക്കെ ഉണ്ട്. അത്തരത്തിലെ വഴികളിലൂടെ മാത്രം മനുഷ്യൻ പോയി കഴിഞ്ഞാൽ, കുട്ടികളെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവി എവിടെ ചെന്ന് നിൽക്കും? അനിശ്ചിതത്വത്തിന്റെ ആ ലോകത്തിലാ പലരും ചെന്ന് നിൽക്കുന്നതെങ്കിൽ ഇത്തരം ബന്ധനങ്ങളെ തകർക്കാൻ ഒരു ശാസ്ത്രവിധിയുമില്ല, ഒരു മന്ത്രവാദിക്കും ഒരാഭിചാരകനും കഴിയില്ല. എങ്കിൽ ഇതാ ഇതിന് മീതെ ജയം തരാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിന്റെ വക്താവായ നസ്രേനായ യേശുവിന്റെ സുവിശേഷം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. വിലപിക്കുന്ന നിന്റെ കുടുംബത്തിന് ഉത്തരം തരാൻ, നിന്റെ തകർച്ചയ്ക്ക് പ്രതിസന്ധിക്ക് ഉത്തരം പകരാൻ, നിരന്തരം ശാപം ഏറ്റുവാങ്ങി തകർന്നുടഞ്ഞ നിന്റെ ജീവിതത്തിന് ഉത്തരം തരാൻ ഒരു വഴിയും എന്റെ ജീവിതത്തിലില്ല. നിരാശ മാത്രം ബാക്കി ആത്മഹത്യയുടെ മുനമ്പത്ത് നിൽക്കുന്ന നിനക്കൊരു പ്രശ്ന പരിഹാരം തരാൻ നസ്രയനായ യേശുവിന്റെ ദയാവായ്പിന്റെ സുവിശേഷം ഇതാ ഈ രാത്രി ജീവസുറ്റ അനുഭവത്തോടെ ഇന്ന് നമ്മുടെ മധ്യേ സഞ്ചരിക്കുന്നു. അത് ഈ അകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, ഭവനങ്ങളിൽ ദൂരത്തെ വഴിയരികിൽ ഈ ശബ്ദം ഏകാഗ്രതയോടെ ശ്രവിക്കുന്ന സകലർക്കും സുവിശേഷം വിമോചനമാണ്. അതിന് പണച്ചെലവില്ല സ്നേഹിത. അത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണം ഈ സുവിശേഷത്തിന്റെ ചൈതന്യം? ആർക്ക് വേണം ഈ സുവിശേഷത്തിന്റെ ബലം? അത് വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തിയാണ്, മാരക രോഗങ്ങളെ അതിജീവിക്കാൻ കൃപയാണ്. മാനസിക രോഗങ്ങളുടെ മീതെ, ഭ്രാന്തിന്റെ മീതെ മനുഷ്യൻ ചികിത്സിച്ചിട്ടും കൗൺസിലിംഗ് നടത്തിയിട്ടും മാറാത്ത മാരക പ്രതിസന്ധികൾക്ക് മീതെ, അല്ലെങ്കിൽ കാർമേഘം പോലെ കലുഷിതമായ ശാപങ്ങൾക്ക് മീതെ ശാശ്വത സമാധാനം നൽകുന്ന ഈ സുവിശേഷം ആർക്ക് വേണം? ഈ ക്രിസ്തു ചൈതന്യം, ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ഈ സ്വാതന്ത്ര്യം കരഗതമാക്കാൻ ഒരാളെങ്കിലും ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കായി
എൻ്റെ കുടുംബത്തിനായി, എൻ്റെ കുഞ്ഞിനായി, എൻ്റെ പ്രിയപ്പെട്ടവനായി ഒന്ന് പ്രാർത്ഥിക്കണേ. അതിന് പണച്ചിലവില്ല സുഹൃത്തേ, എൻ്റെ കുഞ്ഞെ. അതിന് യാതൊരു വിധത്തിലുള്ള വഴിപാടുകളുടെ ആവശ്യമില്ല, അതിന് നേർച്ച കാഴ്ചകൾ ആവശ്യമില്ല. ഇതാ പ്രവർത്തിക്കുന്ന ഒരു യേശു, ഇതാ അതിന്റെ ജീവിതത്തെ കണ്ടറിഞ്ഞ് സുഖപ്പെടുത്തുന്ന ഒരു ദൈവചൈതന്യം അടിമുടി ചികിത്സിച്ച് നിന്നെ പൂർവാവസ്ഥയിൽ എത്തിക്കാൻ കഴിയുന്ന ആ മനോഹര സ്ഥലത്ത് നീ എത്തിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിടുതലിന്റെ കേന്ദ്രം ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രമല്ല, മനുഷ്യൻ പടുത്തുയർത്തിയ അമ്പര ചുംബികളല്ല, പണം കൊടുത്ത് മനുഷ്യൻ വാങ്ങുന്ന ഏതെങ്കിലും തരത്തിലെ ശില്പങ്ങളല്ല, മറിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ചൈതന്യം. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങ്. നീ സൗഖ്യപ്പെടുന്ന രാത്രി, അനുഗ്രഹിക്കപ്പെടുന്ന രാത്രി, ആർക്കും വഴിതടയാനാവാത്ത വിധത്തിൽ നിന്റെ ഉയർച്ചകൾ മുന്നോട്ട് കുതിക്കുന്ന രാത്രി, ആരും തടയാത്ത വിധത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ മുന്നേറുന്ന രാത്രി, ആർക്കും വഴിതടയാനാവാത്ത വിധത്തിൽ നമ്മുടെ മുന്നേറ്റങ്ങളുടെ രാത്രി. അതിന് പ്രായം തടസ്സമല്ല, പണപരമായ പിന്നോക്കാവസ്ഥ തടസ്സമല്ല, ഏത് ജാതി, ഏത് വർഗം, ഏത് വർണ്ണം, അത് വ്യത്യാസമല്ല. ഇതാ പ്രവർത്തിക്കുന്ന യേശു.